പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതഃ ന ജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഈ രണ്ട് ശ്ലോകമാണ് കണ്ടത് അവസാനമായിട്ട്. ഈ ശ്ലോകം എല്ലാ തരത്തിലുള്ള സാധകന്മാർക്കും ബാധകമായിട്ടുള്ള ശ്ലോകം. ധ്യാനയോഗത്തിന് മാത്രമല്ല. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്തം എന്ന് വെച്ചാൽ എല്ലാത്തിലും മോഡറേഷൻ എന്ന് മാത്രം അർത്ഥമല്ല. അത് ഇന്നലെ പറഞ്ഞു. മുഖ്യമായ അർത്ഥം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഞാൻ ഉണ്ണുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ വ്യവഹരിക്കുന്നു എന്നുള്ളത് പോലും ഇല്ലാതെ ഇരിക്കുന്നവനാണ് യോഗി. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം പുണരേണമെന്നിവണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി, അതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണ്ണുക ഉറങ്ങുക എന്നുള്ള വ്യവഹാരമൊക്കെ ശരീരധർമ്മങ്ങളാണ്. അതൊക്കെ ഉള്ളപ്പോഴും ഭഗവത് സ്മരണം ഹൃദയത്തിലും വിടാതെ, ഭഗവത് സ്മരണം ഹൃദയത്തിലൊരു സ്രോതസ് പോലെ ഒരു ധാരയായി പുറകെ ഉണ്ടെങ്കിൽ ഉണ്ണലും ഉറങ്ങലും ഒക്കെ തന്നെ ഒരു മോഡറേഷനിൽ ഇരുന്നോളും. അപ്പോ ശ്രദ്ധ ഭഗവത് സ്മരണത്തിന് കൊടുത്താൽ വ്യവഹാരം എങ്ങനെ നടക്കണോ അങ്ങനെ അതിനനുസരിച്ച് നടന്നോളൂ. ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി അടുത്ത ശ്ലോകം. യുക്തോ ഭവതി എന്ന് പറഞ്ഞല്ലോ. യുക്തൻ എങ്ങനെ ആവും? യോഗി എങ്ങനെയാവും? എപ്പോഴാണ് ഒരാൾ യോഗിയാവണത് എന്നുള്ള ചോദ്യമാണ്. അതിനാണ് ഭഗവാൻ ഉത്തരം പറയണത്. അടുത്ത ശ്ലോകം നോക്കാം. യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. യദാ വിശേഷേണ നിയതം ഏകാഗ്രതാം ആപന്നം ചിത്തം ഹിത്വാ ബാഹ്യാർത്ഥചിന്താം ആത്മനിയേവ കേവലേ അവതിഷ്ഠതേ സർവകാമേഭ്യഃ നിസ്പൃഹഃ തൃഷ്ണായസ്യ സയുക്തഃ. എപ്പോഴാണ് ഒരു യോഗി ധ്യാനത്തിൽ പ്രതിഷ്ഠിതനായിരിക്കണത് എന്ന് പറയണത്, സമാഹിതൻ എന്ന് പറയണത്. ധ്യാനം എന്ന് നമ്മൾ വളരെ സഹജമായി സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. ഭഗവാൻ ധ്യാനിക്കണ അന്തരംഗത്തിനെ ഈ ശ്ലോകത്തിൽ പറയാം. എപ്പോ ധ്യാനം എപ്പോ സാധിച്ചു? അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. യഥാ വിനിയതം ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സെന്ന അർത്ഥം, അന്തഃകരണം. പല വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന അന്തഃകരണം അന്തർമുഖമായിട്ട് തീരണം, ഉള്ളിലേക്ക് തിരിയണം. എന്നിട്ടോ ആത്മന്യേവ അവതിഷ്ഠതേ, ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും?
എന്ത് ഫോഴ്സാണ് നമ്മളെ പുറമേക്ക് തള്ളണത്? ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുന്നത് തന്നെ ഒരു ആശ്ചര്യമാണ് അല്ലെ? രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എങ്ങനെ എഴുന്നേക്കണു? സ്വിച്ചൊന്നുമില്ലല്ലോ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ. എഴുന്നേറ്റു രാവിലെ. ഏതോ ഒന്ന് മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുകയും കുറച്ചു സമയം കഴിഞ്ഞപ്പോ പതുക്കെ പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. അത് നമ്മളുടെ പ്രാരബ്ധം അല്ലെങ്കിൽ ആഗ്രഹം ഒക്കെ പറയാം. എപ്പോഴാണോ പുറമേ ഒന്നും സാധിക്കാനില്ലാത്തത് അപ്പൊ നിസ്പൃഹ സർവകാമേഭ്യ. നമ്മൾക്കൊക്കെ തോന്നും എനിക്ക് ധ്യാനിക്കണം എന്നുണ്ട്. ഭഗവാനെ ഹൃദയത്തിൽ വിചാരിച്ച് അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ മനസ്സ് അങ്ങനെ ഇരുന്നൂടെ? എന്റെ മനസ്സെന്നാണല്ലോ പറയണത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടേ മനസ്സ്? അപ്പൊ മനസ്സ് അവിടെ വന്ന് ഭഗവത് ധ്യാനത്തിൽ ഇരുന്നൂടെ? പക്ഷേ മറ്റുള്ളവർ വേണമെങ്കിൽ പറഞ്ഞാൽ കേൾക്കും, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല. അതിങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി, പുറമേക്ക് ഓടിപ്പോയി. എന്താ കാരണം? എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോ ആ വിഷയങ്ങളിലേക്ക്, കാമനകളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കാം. രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ ഈ ഒരു സംശയം ചോദിക്കാനായിട്ട് വന്നു. ധ്യാനിക്കുമ്പോ മനസ്സെങ്ങനെ ഹൃദയത്തിൽ ഇരുന്നൂടെ? എന്തുകൊണ്ടാണ് ഈ മനസ്സ് വീണ്ടും വീണ്ടും പുറമേക്ക് ഓടിപ്പോണ? സ്വയമേവ അടങ്ങിയിരുന്നൂടെ? ചോദിക്കാൻ ചെന്നപ്പോ അദ്ദേഹം കണ്ട ഒരു സീൻ എന്താന്ന് വെച്ചാൽ, മഹർഷിയുടെ അടുത്ത് പല മൃഗങ്ങളും പക്ഷികളും പ്രാണികളും ഒക്കെ പ്രിയമായിട്ടിരിക്കും. അതിലൊരു അണ്ണാൻ പെറ്റിട്ട് ആ അണ്ണാനെ പൂച്ച പിടിച്ചു. ആ അമ്മയെ പൂച്ച പിടിച്ചു. ആ അണ്ണാൻകുഞ്ഞുങ്ങള് അവിടെ കിടക്കണം. ആ അണ്ണാൻകുഞ്ഞുങ്ങളെ എടുത്ത് മഹർഷി വളർത്തിന്ന് വെച്ചാൽ അത് നേരിട്ട് കണ്ട ആള് വളരെ ഹ്യൂമറസ് ആയിട്ട് അത് പറയും. എന്താന്ന് വെച്ചാൽ ആ അണ്ണാനെ പൂച്ച പിടിച്ചു തിന്നു. ഈ അണ്ണാൻ കുട്ടികളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പുഴു പോലെ ഉണ്ട്. അത് നിങ്ങൾ അണ്ണാൻ കുട്ടികളെ കണ്ടാ അറിയാം. അത് കണ്ട ഒരു പുഴു പോലെ ഉണ്ട്. അപ്പൊ പെറ്റിട്ടേ ഉള്ളൂ. അതിനെങ്ങനെ വളർത്തും? അതിന് കണ്ണും കാണാനില്ല, മൂക്കും കാണാനില്ല. എവിടെ ഭക്ഷണം കൊടുക്കും, എന്തു കൊടുക്കും, എങ്ങനെ വളർത്തും? അപ്പോ കുറച്ച് തേന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒരു തിരി ആ തേനിൽ മുക്കിയിട്ട് ഈ അണ്ണാൻ കുഞ്ഞ് ഈ പുഴു പോലെയുള്ളതിനെ കൈ വിരലിലെടുത്ത് വെച്ചിട്ട് എവിടെയോ ഒരിടത്ത് വെച്ചാൽ അത് വായു തുറക്കണം അത്രേ. അതിന് രാമസ്വാമി പിള്ളൈ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അറ്റൻഡന്റ്, അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞത്. എവിടെയോ ഒരിടത്ത് കൊണ്ടുപോയിട്ട് ആ തിരി വെച്ചാൽ അത് വായു തുറന്നു. തേന് നക്കി നക്കി കുടിച്ചു. അങ്ങനെ വളർത്തി ആ അണ്ണാൻകുട്ടികളെ. അപ്പൊ അതൊക്കെ മഹർഷിയെ തന്നെ അമ്മയായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ മേലെയൊക്കെ ഓടിക്കളിക്കും. അപ്പോ പൂച്ച തരം കാത്തുകൊണ്ടിരിക്കുകയാണ് പിടിക്കാനായിട്ട്. അപ്പൊ ഇയാള് ധ്യാനത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കാനാണ് ഉള്ളിൽ പോണത്. മനസ്സിങ്ങനെ പുറമേക്ക് ഓടിക്കൊണ്ടേയിരിക്കണം. സ്വയമേവ സഹജമായിട്ട് വന്നത് ഹൃദയത്തിൽ ഇരിക്കില്ലേ? എപ്പോ ഇരിക്കും? ആ ചോദിക്കാൻ ചെല്ലുമ്പോ അദ്ദേഹം കണ്ടത് ഈ ഓടി ഓടി പോകുന്ന അണ്ണാൻകുഞ്ഞുങ്ങളെ ഓരോന്നായി പിടിച്ചു കൊണ്ടുവന്ന് രമണ ഭഗവാൻ പെട്ടിയിലാക്കി അടയ്ക്കാണ്. പെട്ടിയിലിട്ടിട്ട് രണ്ടാമതൊന്നിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ആദ്യം ഇട്ടത് പുറമേക്ക് ചാടി പോകും. അതിനെ പിടിച്ചു കൊണ്ടുവന്ന് പെട്ടിയിലിടും. മൂന്നാമതൊന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇത് ചാടിപ്പോവും. അവസാനം എല്ലാം കൂടെ പിടിച്ച് പെട്ടിയിലിട്ടിട്ട്, അപ്പൊ ഇയാൾക്ക് അത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണ പോലെയാണ് ഇത്. പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തുമ്പോഴേക്കും ഓടിപ്പോകുന്നു. അത് സ്വയമേവ വന്നിരിക്കണില്ല ഈ അണ്ണാൻകുട്ടി. അപ്പോ എല്ലാത്തിനെയും കൂടെ പെട്ടിയിലിട്ടിട്ട് മഹർഷി ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, പാവം ഈ അണ്ണാൻകുട്ടികൾക്ക് അതിന്റെ അമ്മയെ തിന്ന പൂച്ച അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അത് വെളിയിൽ ഓടി ഓടി പോണത്. അവിടെ പൂച്ചയുണ്ട്, അത് കടിക്കുമെന്നറിഞ്ഞാൽ അത് താനേ വന്ന് പെട്ടിയിൽ ഇരുന്നോളും. പക്ഷെ അതിനായിട്ട് ആ വിവരം വരണവരെ, ആ ബുദ്ധി ഉണ്ടാവണവരെ നമ്മൾ തന്നെ
പിടിച്ച് അതിനെ അകത്തിടണം. ഇതുപോലെയാണ് ലോകത്തിലേക്ക് ഓടുന്ന മനസ്സിന് പുറമേക്ക് പൂച്ച കടിക്കുന്ന അറിയാത്തോണ്ടാ ഓടണത്. അതിന് ദുഃഖമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് മനസ്സ് പുറമേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹം സാധിക്കുന്നതിനോടൊപ്പം എത്ര ദുഃഖങ്ങൾ കൂടെ വരും എന്നുള്ളത് അറിയണില്ല. അതിന് വിവേകമില്ല. കാമനകളുടെ കൂടെ ദുഃഖം പുറകെ വരുമെന്ന് അറിയാത്തത് കൊണ്ട് കാമനകളെ സാധിച്ചെടുക്കാനായി വെപ്രാളപ്പെടുകയാണ്. എപ്പോഴാണോ അതിന്റെ ദുഃഖം ഇയാൾ മനസ്സിലാക്കി തുടങ്ങണത്, അല്പം കാമനകൾ സാധിക്കുന്നതോടൊപ്പം അനന്തമായ ദുഃഖം പുറകെ വരുമെന്ന് അറിയുമ്പോ പതുക്കെ വൈരാഗ്യം വരും. വൈരാഗ്യം വരുമ്പോ നിസ്പൃഹ സർവകാമേഭ്യ, കാമനകളിലൊന്നും തന്നെ സ്പൃഹയില്ല, നിർബന്ധ ബുദ്ധിയില്ല എന്നാണ്. പലതും തോന്നും ഒന്നും സാധിക്കണമെന്ന നിർബന്ധ ബുദ്ധിയില്ലാതാവുമ്പോ മനസ്സ് ആത്മാവിൽ സഹജമായി മെനക്കെടുകൂടാതെ ഇരുന്നോളും എന്നാണ്. അധികം പ്രയത്നം കൂടാതെ മനസ്സ് ആത്മാവിലിരുന്നോളും. കാരണം മനസ്സിന് പുറമേക്ക് പോയി സാധിക്കാനൊന്നുമില്ല, പുറമേ നിന്നും നേടിയെടുക്കാനൊന്നുമില്ല. പുറമേ ഉള്ള വിഷയങ്ങളിൽ ദുഃഖമുണ്ടെന്ന് ആ മനസ്സ് പതുക്കെ വിവേകം കൊണ്ട് അറിഞ്ഞിരിക്കണം. നാരായണീയത്തിൽ ഭട്ടതിരി ഇത് പറയേണ്ട ഒരു ശ്ലോകത്തില് എങ്ങനെയാ ഗുരുവായൂരപ്പനെ ധ്യാനിക്കേണ്ടത് എന്ന് വെച്ചാൽ, ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവത് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാശേഷരോഗാൻ. ദുഃഖാനി ആലോക്യ, ദുഃഖമുണ്ടെന്ന് അറിഞ്ഞ് പദം അനുപദം അറിഞ്ഞ് വിവേകം കൊണ്ടറിഞ്ഞ് അലം, ഇനി മതി ലോകത്തിലെന്നാണ്. ഉദിത വിവേക, വിവേകുദിക്കുന്നു. അതിനുശേഷം ഭഗവത് രൂപത്തിനെ ആചാര്യനിൽ നിന്നും കേട്ടറിഞ്ഞ് ലബ്ധ്വാ ത്വദ്രൂപ തത്വം ഗുണചരിത കഥാതി ഉദ്ഭവത് ഭക്തിഭൂമ, അങ്ങനെ ഭക്തി ഉണ്ടായി മായാമേനാം തരിത്വ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ, പരമസുഖമായ ഭഗവത് പദത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോ അങ്ങനെ ധ്യാനത്തിന് ആദ്യ പടിയാണ് മനസ്സിനെ പുറമേ നിന്നും അന്തർമുഖമാക്കുക. എങ്ങനെ അന്തർമുഖമാക്കും? വിചാരങ്ങളൊക്കെ എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്കാം. ആർക്ക് വരണു ഈ വിചാരങ്ങളൊക്കെ? എനിക്ക് വരണു. ഞാൻ ആരാണ്? ഞാൻ എന്നുള്ള വിചാരം കൂടാതെ മറ്റൊരു വിചാരവും വരില്ല. ഈ ഞാൻ എന്നുള്ള വിചാരം എവിടെ നിന്ന് വരണു എന്ന് ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എന്നുള്ള വൃത്തി, ചിത്തവൃത്തി ഉദിക്കണത് എന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ ഈ ഞാൻ എവിടെ ഉദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അഹങ്കാരം അതിന്റെ പിറപ്പിടത്തിൽ ലയിക്കും. പ്രാണനും അഹങ്കൃതിയും ഒരേ സ്ഥലത്ത് ഉദിച്ച് ഒരേ സ്ഥലത്ത് ലയിക്കണതാണ്. രണ്ട് ഹൃദയത്തിൽ നിന്നാണ് ഉദിക്കുന്നത്, ഹൃദയത്തിൽ തന്നെ ലയിക്കും. ലയിക്കുമ്പോ അന്തർമുഖം. അതാണ് വിനിയതം എന്ന് ഭഗവാൻ പറഞ്ഞു. യഥാ വിനിയതം ചിത്തം ആത്മനിയേവ അവതിഷ്ഠത്തെ, ആത്മാവിലിരിക്കുന്നു എന്ന് വെച്ചാലോ ഞാൻ എന്നുള്ള പ്രതീതി, അഭിമാനവൃത്തി ഉദിക്കാതെ കേവലമായ മൗനം, നിശ്ചലം, ചിത്തവൃത്തികൾ ഉദിക്കാത്ത നിശ്ചല സ്ഥിതിയിലിരിക്കുന്നു. നിസ്പൃഹ സർവകാമേഭ്യ, അങ്ങനെ ഇരിക്കുമ്പോ ഒരു കാമനകളും അവിടെ ചലിപ്പിക്കണില്ല, ഒരു ഫോഴ്സും ആ മനസ്സിനെ പുറത്തേക്ക് തള്ളുന്നില്ല. ആ നിശ്ചലതയിലിരിക്കുന്ന സ്ഥിതിയാണ് യോഗസ്ഥിതി എന്ന് പറയുന്നത്. യുക്ത ഇതി ഉച്യത്തെ തഥാ. അപ്പോൾ അവനെ യുക്തനെന്നും ആ സ്റ്റേറ്റിനെ, ആ സ്ഥിതിയെ യുക്തമെന്നും, അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കാണ് അടുത്ത ശ്ലോകം. നോക്കാം. യോഗ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. യഥാ ദീപോ നിവാതസ്ഥോ നിംഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ
ദീപ. ഇത് വളരെ പ്രസിദ്ധമായ ഉദാഹരണം. ഒരു ഉപമ കാണിക്കുകയാണ് ഭഗവാൻ. യഥാ ദീപോ നിവാതസ്തു, കാറ്റില്ലാത്ത സ്ഥലത്ത്, നിവാത ദീപം എന്ന് പറയും, കാറ്റില്ലാത്ത വിളക്ക്. ബുദ്ധൻ ഈ ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. യഥാ ദീപോ നിവാതസ്തു, കാറ്റില്ലാത്ത സ്ഥലത്ത് ചലിക്കാതിരിക്കുന്ന ഫ്ലിക്കർലെസ് ഫ്ലെയിം പോലെ, കാറ്റില്ലാത്തടത്ത് നിശ്ചലമായി നിൽക്കുന്ന തീനാളം പോലെ, നേങ്കത്തെ ന ചലത്തെ, ചലിക്കുന്നില്ല. സോപമാസ്മൃത, അത് ആ ഉപമയെ ഓർത്തുകൊള്ളുക. എന്തു ചിന്തിക്കുമ്പോ? യഥചിത്തസ്യ യോഗിനഃ യുഞ്ജതോ യോഗമാത്മന. നല്ലവണ്ണം വിരക്തനായ വിവേകിയായ യോഗി ധ്യാനിക്കുമ്പോ ആ തീനാളം കാറ്റില്ലാത്തടത്ത് നിൽക്കണ പോലെ ഉണ്ടാവും. എന്താണ് ഈ നാളത്തിന്? നാളത്തിന് ദാർഷ്ടാന്തികം എന്താണ്? ദൃഷ്ടാന്തം നാളാണ്, ഉപമ നാളാണ്. എന്തിനെയാണ് ഉപമിക്കണത് എന്ന് വെച്ചാൽ, ഈ മനസ്സ് ഹൃദയത്തിൽ ലയിക്കുമ്പോ, അഭിമാനവൃത്തി ഹൃദയത്തിൽ ലയിക്കുമ്പോ, അഗ്നിസ്തംഭം പോലെ, കാറ്റില്ലാത്തിടത്തുള്ള നാളം പോലെ ഒരു സ്ഫൂർത്തി, ഒരു ചിത് സ്ഫൂർത്തി, ഒരു ബോധസ്ഫൂർത്തി. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, കിമപി സതതബോധം കേവലാനന്ദരൂപം നിരുപമമതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ പ്രകൃതി വികൃതിശൂന്യം ഭാവനാതീതഭാവം സമരസം അസമാനം മാനസംബന്ധദൂരം നിഗമവചനസിദ്ധം നിത്യമസ്മത്പ്രസിദ്ധം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ അജരം അമരം അസ്ഥാഭാവവസ്തുസ്വരൂപം സ്ഥിമിതസലിലരാശിപ്രഖ്യമാഖ്യാവിഹീനം ശമിതഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. 3 ശ്ലോകം. അദ്ഭുതമായിട്ട് ആ യോഗ സമാധി, നിർവികൽപ്പ സമാധിയെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നുണ്ട്. അവിടെ എന്താണ് ചലിക്കാത്ത ഒരു നാളം പോലെ എന്ന് പറഞ്ഞുള്ളൂ. എന്താ നാളം? എന്താണ് ദാർഷ്ടാന്തികം എന്ന് വെച്ചാൽ, കിമപി സതതബോധം, എന്തോ ഒന്ന് അവിഛിന്നമായ ഒരു ബോധാനുഭവം. സംതിങ് വിച്ച് ഈസ് നോട്ട് മൈൻഡ് ഓർ സെൻസസ്. മനസ്സോ ഇന്ദ്രിയങ്ങളോ ബുദ്ധിയോ ഒന്നുമല്ലാത്തത്. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചലിക്കുന്നതാണല്ലോ. ബുദ്ധിയിൽ വരുന്ന ചിത്തവൃത്തികൾ, മനസ്സിൽ വരുന്ന വികാരങ്ങളും ഒക്കെ ചലിക്കും. ഇത് ഒരിക്കലും ചലിക്കാത്തതും വിടവില്ലാത്തതും അനന്തമായതും. മറ്റുള്ളതിനൊക്കെ വിടവുണ്ട്, മനസ്സിന് വിടവുണ്ട് അല്ലെ? ഒരു വിചാരം വന്നു, അടുത്ത വിചാരം വന്നു, അടുത്ത വിചാരം വന്നു. ഒന്ന് ആശ്ചര്യപ്പെട്ട് നോക്കണം. നമ്മളെ തന്നെ നോക്കണം. നമ്മൾക്ക് ഉള്ളിൽ ആത്മാവിനെ അറിയണില്ലല്ലോ എന്നൊക്കെ പറയണു. ആത്മാവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയണു. പിന്നെ എന്തിനാ നിങ്ങൾ അറിയണത്? അല്ല, എനിക്ക് ആത്മാവിനെ അറിയണില്ലല്ലോ, പിന്നെ എന്താ അപ്പൊ നിങ്ങൾ അറിയണത്? എന്താ? മനസ്സാണോ? മനസ്സാണെങ്കിൽ മനസ്സ് അനുസ്യൂതമില്ലേ? ഇല്ല. മാങ്ങയെ പറ്റി ചിന്തിച്ച ശേഷം തേങ്ങയെ പറ്റി ചിന്തിക്കുന്നതിന് നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങളില്ലേ? ഒരു മാങ്ങയെ പറ്റി ചിന്തിച്ചു, അതിനുശേഷം നമ്മുടെ തെങ്ങിൽ കുറെ തേങ്ങ ഇടണം എന്ന് ചിന്തിച്ചു. ഇതിന് രണ്ടിനും നടുവിൽ മാങ്ങയും തേങ്ങയും അല്ലാത്ത സ്ഥലത്ത് എന്താ ഉള്ളത്? ചിത്തവൃത്തികളാണ് ഞാനെങ്കിൽ, ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ഞാൻ ഉണ്ടെന്നുള്ളൊരു ഉണർവുണ്ടല്ലോ, ആ ഉണർവ് മനസ്സല്ല. ആ ഉണർവിൽ വിടവില്ല. പക്ഷെ ആ ഉണർവിനെ ശ്രദ്ധിക്കണില്ല.
മനസ്സിലാവുണ്ടോ? മനസ്സിലാക്കണ്ട, ശ്രദ്ധിക്ക. മനസ്സ് ആ ഉണർവിൽ ഒരു ചെറിയ ഒരു ചലനം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണു, അറിയുന്നു, വികാരപ്പെടുന്നു, അനുഭവിക്കണു, ഇതൊന്നും മനസ്സിന്റെ പ്രക്രിയകളെ അല്ല. പക്ഷേ മനസ്സിന്റേതല്ലാത്ത ക്രെഡിറ്റ് മനസ്സിന് കൊടുക്കുകയാണ് നമ്മള്. മനസ്സെന്നൊരു സാധനം ഇല്ല, ആത്മാവേ ഉള്ളൂ. പരിശുദ്ധമായ പൂർണ്ണ വസ്തുവാണ് നിങ്ങളൊക്കെ. ഒരു കളങ്കവുമില്ല, ഒന്നും അറിയാനില്ല, ഒന്നും അനുഭവിക്കാനില്ല, ഒന്നും നേടിയെടുക്കാനില്ല, ഒന്നും ആയിത്തീരാനില്ല. മരിക്കാൻ സാധിക്കില്ല, ജനനം ഉണ്ടായിട്ടില്ല, ഒരു കളങ്കവും ഏശില്ല. ശരീരം അതിന് മേലെ വെറുതെ അപ്പിയറായിരിക്കണം, മറഞ്ഞു പോയാലും ഒരു കുഴപ്പവും വരാനില്ല. ആ ഉണ്ടെന്നുള്ള അനുഭവം മനസ്സിന്റേതല്ല, ശരീരത്തിൻ്റെതല്ല, ബുദ്ധിയുടേതല്ല, അഭിമാനത്തിൻ്റെതല്ല. അത് ചിത്തിൻ്റെതാണ്, ഭഗവാന്റേതാണ്. അതാണ് സതതബോധം. ആ സതതബോധത്തിന്റെ സ്വരൂപം എന്താ? കേവല ആനന്ദരൂപം. അത് കേവലമായ ആനന്ദരൂപമാണെന്ന്. സുഷുപ്തിയിൽ അതിന്റെ ഭാനം ഉണ്ടാവണുണ്ട്, പക്ഷെ ആവരണം മാറാത്തത് കൊണ്ട് അറിയണില്ല. കേവല ആനന്ദരൂപം. എന്തിനോടെങ്കിലുമൊക്കെ ഒന്ന് ഉപമിച്ചു പറയൂ ലോകത്തിൽ. നിരുപമം, ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. നിരുപമം, അതിവേളം, ദേശകാലങ്ങൾക്കപ്പുറമാണ്. പിന്നെ എങ്ങനെ അത് സംസാരത്തിൽ പെട്ടു? ഒരിക്കലും പെട്ടിട്ടില്ല. നിത്യമുക്തം. എങ്ങനെ പെടും? സിനിമയൊന്നും സ്ക്രീനിനെ തൊടണേയില്ല. അതുപോലെ ആ ബോധത്തിനെ ഈ ശരീരമോ മനസ്സോ ഒന്നും തൊടണേയില്ല. നിത്യമുക്തം. ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നുവല്ലോ സ്വാമി. ആഗ്രഹമൊന്നുമില്ല, അതൊക്കെ പുറമേക്ക് സർഫസിലാണ്. ആ സെന്ററിനെ അതൊന്നും തൊടുകയില്ല. നിരീഹം. നിരവധി ഗഗനാഭം. അവധിയില്ലാത്ത ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കണം. നിരവധി ഗഗനാഭം. നിഷ്കലം. അതിന് കലകളൊന്നുമില്ല, അതിന് അംഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് കയ്യോ കാലോ ഒന്നും പോയാലും ഞാൻ എന്ന അനുഭവത്തിൽ കുറെ ഒന്നും തോന്നാത്തത്. അതങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കണു. എന്താ? ഈ കലകളൊന്നും അതിന്റെ അല്ല. നിഷ്കലം, നിർവികൽപ്പം. ഒരു വികൽപ്പവും അത് വെച്ച് പുറപ്പിക്കില്ല. നിഷ്കലം നിർവികൽപ്പം. ഹൃദി കലയതി. ഹൃദയത്തിൽ, സെന്ററിൽ, നമ്മളിൽ, നമ്മുടെ കേന്ദ്രത്തിൽ കലയതി വിദ്വാൻ. അനുഭവിക്കണു ജീവൻ മുക്തൻ. എല്ലാരും ബ്രഹ്മപൂർണം സമാധൗ. ആ സമാധി എന്ന് പറഞ്ഞാൽ അത്യന്ത സുസൂക്ഷ്മമായ ഒരു വൃത്തിയെയാണ് വേദാന്തികൾ സമാധി എന്ന് പറയണത്. അല്ലാതെ ജാഡ്യമായ ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ഒരു ലഹരിയോ ഒന്നുമല്ല. വളരെ വിജിലന്റ് ആവണു. നമ്മളുടെ ബ്രെയിൻ, ബുദ്ധി എന്ന് പറയണത് അതിന് അസാമാന്യ ശക്തിയുണ്ട്, ബ്രഹ്മജ്ഞാനത്തിനുള്ള ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് നമ്മളുടെ ബുദ്ധിക്കുള്ള ശക്തിയിൽ ഒരു 5% മറ്റോ നമ്മൾ ഉപയോഗിക്കണുള്ളൂ. അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ്. അതൊക്കെ കൂടെ ഉണർന്നു കഴിയുമ്പോൾ ഈ ബുദ്ധി എന്ന് പറയണത് തന്നെ ഒരു വൈഭവമായിട്ട് മാറും, ഈശ്വര വിഭൂതിയായിട്ട് മാറും. അതിന് എന്ത് വെളിയിലുള്ളത് അറിയാൽ മാത്രമല്ല, ഉള്ളിലുള്ള തന്റെ സോഴ്സിനെ റിഫ്ലക്ട് ചെയ്യാൻ അതിന് കഴിയും. അപ്പോഴാണ് അത് അസ്മത് പ്രസിദ്ധം, തന്നിൽ തന്നെ പ്രസിദ്ധമായി സിദ്ധമായിട്ടുള്ള ഞാൻ എന്ന അനുഭവത്തിന്റെ മൂലത്തിനെ അത് ശ്രദ്ധിക്കണത്. ജരയോ മരണമോ ഒന്നും അജരം, അമരം, ഒരിക്കലും അഭാവമില്ല. നിശ്ചലമായ ആഴി പോലെ, അലയില്ലാത്ത ആഴി പോലെ ഉള്ളത്. അജരം അമരം അസ്ഥാഭാവ വസ്തുസ്വരൂപം സ്ഥിമിത സലിലരാശി പ്രഖ്യം ആഖ്യാവിഹീനം ശമിതഗുണവികാരം ശാശ്വതം ശാന്തമേകം. ഇതൊക്കെ പറയാൻ സാധിക്കാത്തതായ വസ്തുവിനെ പറയാൻ ശ്രമിക്കുന്നതിന്റെ ഒരു സൗന്ദര്യമാണത്. അങ്ങനെ അതിനാണ് യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ
യുക്ത ഇത്യുച്യതേ തഥാ. സകല കാമനകളിൽ നിന്നും വിമുക്തമായി ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ചിത്തത്തിനെ യുക്തമെന്ന് പറഞ്ഞു. അത് നാളം പോലെ എന്ന് പറഞ്ഞു. ഈ നാളം എന്താന്ന് വെച്ചാൽ ഒരു സ്ഫൂർത്തി, അതായത് അതിനെയാണ് സമാധി എന്ന് പറയണത്. ഒരു ചലനമില്ലാതെ വളരെ 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 വ്യക്തമായിട്ട് സൂര്യനെ കണ്ണ് ഉള്ളവൻ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും വ്യക്തമായിട്ട്, അതാണ് ഒരു 10,000 ആതിഥേയരൊന്നിച്ചു വരുന്നതുപോലെ വരും വിവേകവൃത്തി. ഒരു 10,000 ആതിഥേയരൊന്നിച്ചുദിക്കുന്ന പോലെ എന്നാണ്. ഒരു 10,000 സൂര്യൻ ഒന്നിച്ചു വരണ പോലെ എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഉപമിക്കാൻ കഴിയാത്തതിനെ വെറുതെ ഉപമിച്ച് പറയാണ്. അല്ലാതെ അങ്ങനെയെന്ന് അർത്ഥമല്ല. ഒരു സൂര്യനെ നമുക്ക് കാണാൻ വയ്യ അല്ലേ? അതിനർത്ഥം സൂര്യനെ നമ്മൾ കണ്ണുണ്ടെങ്കിലേ കാണുള്ളൂ. ഇത് ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായം കൂടാതെ, മനസ്സിന്റെയും ബുദ്ധിയുടെ ഒന്നും സഹായം കൂടാതെ അതീവ സ്പഷ്ടമായി അപരോക്ഷമായി തന്നിൽ തെളിഞ്ഞു കാണുന്ന ഒരു ദൃഷ്ടിയെയാണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞത്. അതിനെയാണ് ഇവിടെ ആ കാറ്റില്ലാത്ത സ്ഥലത്തുള്ള ദീപനാളം പോലെ എന്നൊക്കെ ഉപമിച്ചത്. യഥാ ദീപോ നിവാതസ്തു. ഇതൊക്കെ പറയുമ്പോഴേ മനസ്സിലാവണില്ല എന്ന് പറയണ്ട. മനസ്സിലാവാനുള്ള കാര്യമില്ല. വെറുതെ ഒരു സംഗീതം കേൾക്കണ പോലെ കേട്ടോളൂ. അനുഭവത്തിൽ വരുമ്പോ മനസ്സിലാവും. കാവ്യമൊക്കെ നമുക്കിപ്പോ അറിഞ്ഞിട്ടാണോ ആസ്വദിക്കണത്? നല്ല സംഗീത കച്ചേരി, നല്ല കീർത്തനങ്ങൾ, വല്ലതും ത്യാഗരാജ കീർത്തനങ്ങൾ അറിയോ? നമുക്ക് ഒന്നും അറിയില്ല. ത്യാഗരാജ സ്വാമി തന്നെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണ പോലെയാണ് പാട്ട് പാടുന്നത്. അവിടെയും ഇവിടെയൊക്കെ പിരിച്ചിട്ടൊക്കെ അല്ലെ. എന്നാലും ആ രാഗവും താളവും ഒക്കെ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് അല്ലേ? അതുപോലെ ഇതൊക്കെ ഇപ്പോ മനസ്സിലാവണമെന്ന് നിർബന്ധം പിടിക്കണ്ട, അങ്ങോട്ട് ആസ്വദിച്ചോളാം. കുറെ കഴിയുമ്പോ നമുക്ക് മനസ്സിനപ്പുറം ഇത് തെളിയും. പതുക്കെ 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 അത് സ്ഫുരിച്ച് തെളിയും. നിശ്ചലതയിൽ, ഉള്ളിലേർപ്പെടുന്ന നിശ്ചലതയിൽ അത് തെളിയും. അതാണ് സമാധിന അത്യന്ത സുസൂക്ഷ്മവൃത്യാ ജ്ഞാതവ്യം. അതീവ സൂക്ഷ്മം പരമാത്മതത്വം ന സ്ഥൂലദൃഷ്ട്യാ പ്രതിപത്തുമർഹതി. ഈ പരമാത്മതത്വം അതീവ സൂക്ഷ്മമായതുകൊണ്ട്, ഗ്രാസ് ഇന്റലിജൻസ് കൊണ്ട് അതിനെ പിടിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അറിയും? സമാധിന അത്യന്ത സുസൂക്ഷ്മവൃത്യ, അതീവ സൂക്ഷ്മമായ വൃത്തിജ്ഞാനം കൊണ്ട്, സമാധിസ്ഥിതി കൊണ്ട് അതിനെ അകമേക്ക് കാണുന്നു. ആതവ്യം ആര്യൈ അതിശുദ്ധ ബുദ്ധിഭി. അപ്പോ അതാണ് യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാസ്മൃത യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗം ആത്മനഃ. ആ യോഗസ്ഥിതി വീണ്ടും പറഞ്ഞുകൊണ്ടുവരികയാണ് ഭഗവാൻ. ആ യോഗസ്ഥിതിയിൽ എന്തനുഭവം ഉണ്ടാവുക? അതാണ് അടുത്ത ശ്ലോകം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. ചിത്തത്തിന് 5 അവസ്ഥകളാണ് യോഗികൾ പറയണത്. വിക്ഷിപ്തം, മൂഢം, ക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. വേദാന്തപരമായിട്ടോ ആത്മവിദ്യാപരമായിട്ടോ ഒരു വിധത്തിലും പ്രയോജനപ്പെടാത്ത മനസ്സിന്റെ സ്ഥിതികളാണ് വിക്ഷിപ്തമെന്നും മൂഢമെന്നും പറയുന്നത്. അതിന് ഒന്നിൽ വിക്ഷിപ്തം എന്ന് വെച്ചാൽ ടോട്ടലി സ്കാറ്റേർഡ്, ബഹുശാഖാഹി അനന്താശ, ടോട്ടലി സ്കാറ്റേർഡ്. അതിന് ഒരു സ്ഥലത്തും അത് നിൽക്കണില്ല. ലോകത്തിൽ തന്നെ അതൊരു വസ്തുവിൽ നിൽക്കണില്ല. എന്നിട്ട് വേണ്ടേ ഉള്ളില്. അത് അന്തർമുഖമായ ചിത്തമല്ല. വേറൊരു ചിത്തമുണ്ട്, മൂഢം. മൂഢം എന്ന് വെച്ചാൽ ചീത്ത വിളിക്കലല്ല, തമോ ഗുണം ബാധിച്ച് ഉറങ്ങുക 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 മാത്രം. സൂക്ഷ്മ വിഷയങ്ങളൊന്നും അതിന് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ശക്തി ഉണ്ടാവില്ല. ഒരു തരത്തിൽ ഇരുട്ട് ബാധിച്ച് കിടക്കും. ഒരു സൂക്ഷ്മ വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തിയില്ല. അതിന് മൂഢമെന്ന്.
പിന്നെ പതുക്കെ പതുക്കെ ധ്യാനിക്കാൻ പുറപ്പെടുന്ന ചിത്തം അപ്പപ്പ സ്വരൂപത്തിൽ നിൽക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് മറഞ്ഞു പോകുന്നു, വരികയും പോവുകയും ചെയ്യുന്നു. അതിനാണ് ക്ഷിപ്തം. പതുക്കെ ഏകാഗ്രത ഉണ്ടായി, ധ്യാനസിദ്ധി ഉണ്ടായ ചിത്തത്തിന് ഏകാഗ്രം എന്നാണ്. നല്ലവണ്ണം സ്വരൂപനിഷ്ഠമായി വാസനകൾ കൊണ്ട് ചലിക്കാതെ വിഘ്നമില്ലാത്ത സ്വാനുഭൂതിയുള്ള ചിത്തത്തിനെ നിരുദ്ധം എന്ന് പറഞ്ഞു. ഇത്രയും 5 ഇതൊക്കെ വെറുതെ ഇപ്പോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പൊ പറയാണ്. ഇവിടെ ഭഗവാൻ പറയണത് എത്ര ഉപരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയ. യോഗസേവ എന്ന് വെച്ചാൽ ഈ ധ്യാനിക്കാനിരിക്കുന്നവന്റെ ചിത്തം. അത് വെറുതെ നമ്മൾ ശ്രമിക്കുകയാണ്. ധ്യാനിക്കുന്നവന്റെ ചിത്തം അറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? ധ്യാനിക്കുക. എങ്ങനെയാ ധ്യാനിക്കേണ്ടതെന്ന് ധ്യാനിക്കുക. രമണ മഹർഷിയുടെ അടുത്ത് പലരും ചോദിക്കും. ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ ധാരാളം വരും. ഭഗവാൻ ഈ ആത്മാനുഭവത്തിനെ ഞങ്ങൾക്ക് ആത്മതത്വം ഉപദേശിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോ മഹർഷി മിണ്ടാതിരിക്കും. നല്ല പക്വികളാണെങ്കിൽ കുറച്ചു കുറച്ചായിട്ട് ആ സ്ഥിതിയെ they will imbibe. പതുക്കെ താൻ ആ സ്ഥിതിയിൽ ഇരുന്ന് മറ്റുള്ളവരെയും അതിലേക്ക് ഇരുത്തുക. സത്സംഗത്തിനൊക്കെ പ്രയോജനം അതാണ്. അല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കാനോ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടിയിട്ടല്ലാതെ ആ സ്ഥിതിയിൽ ഇരിക്കുക, ആ ശാന്തിയിൽ ഇരിക്കുക. ഉപരമണം എന്നാണ് അതിനെ പറയണത്. ഉപരമണം, ഉപരമിക്കുക. എത്ര ഉപരമതേ ചിത്തം. ചിത്തം എവിടെയോ ഒരിടത്ത് പോയി ഹൃദയത്തിൽ അടങ്ങുന്നു. ആ അടങ്ങുന്ന സ്പേസിനാണ് ഹൃദയം എന്ന് പറയണത്. ഉള്ളം തമിഴിൽ പറഞ്ഞു. ഹൃദയം. ഹൃദയത്തിൽ ചിത്തം ഉപരമിക്കുന്നു. എങ്ങനെ? നിരുദ്ധം എന്ന് പറഞ്ഞു. അതായത് അബ്സല്യൂട്ട് ക്വയറ്റ്യൂഡ്, സമാധി. എങ്ങനെ ഇത് സാധിച്ചു? ഉറക്കം കൊണ്ടാണോ? അല്ല, യോഗസേവയാ. ഉറക്കം എന്നുള്ളത് നേച്ചറുടെ പണിയാണ്. അതുകൊണ്ട് അത് ആത്മജ്ഞാനത്തിന് കാരണമാവില്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ തൽക്കാലം ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ ഒരു തിരയിട്ട് മറയ്ക്കുമ്പോ ഒരു സുഖം ഉണ്ടാവണു. അതിനെയാണ് നമ്മൾ ഉറക്കമെന്ന് പറയണത്. അത് അജ്ഞാനം കൊണ്ട്, ആ അജ്ഞാനത്തിനെയാണ് നമ്മൾ ഉറക്കം എന്ന് പറയണത്. അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. ധ്യാനത്തിൽ നമ്മൾ ചെയ്യണതോ ചിത്തത്തിനെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഹൃദയത്തിലേക്ക് തിരിച്ചുവിടുക. എന്നുവെച്ചാൽ ചിത്തവൃത്തികളില്ലാതെ ചുമ്മായിരിക്കുകയാണ്. വിജിലന്റ്, അലേർട്ട്, വിത്തൗട്ട് തോട്ട്സ്. ചിത്തവൃത്തികളില്ല. എന്നാൽ ഉറങ്ങാണോ? സാധാരണ ചിത്തവൃത്തികളില്ലെങ്കിൽ ഉറക്കമാണ്. ഉറക്കമല്ല. രാവിലെ നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞു, ക്ഷീണമില്ല, നിശ്ചലമായി, മൗനമായി, ശാന്തമായി, ഉപരമതേ ചിത്തം. മനസ്സിൽ ചിത്തവൃത്തികളൊന്നുമില്ല. ആ നിശ്ചലതയിൽ, ശീതളതയിൽ, സമുദ്രസേവ ഗാംഭീര്യം, അലയില്ലാത്ത ആഴി പോലെ അങ്ങനെ ഇരിക്കും. എത്ര ചെയ്വ ആത്മന ആത്മാനം പശ്യൻ. അവിടെ എന്താണ്? ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ലല്ലോ. എഴുന്നേറ്റിട്ട് പറയണത് എന്താ? ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ സമാധി സ്ഥിതിയിലോ ഏകാത്മപ്രത്യയസാരം. അതാണ് സമാധിക്കും ഉറക്കത്തിനും വ്യത്യാസം. സമാധി സ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിചാരം ചെയ്ത് ഞാൻ എന്നുള്ള ബോധത്തിനെ ശ്രദ്ധിക്കുകയും അത് പരമാത്മസ്വരൂപമാണെന്ന് അറിയുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കടക്കണത്. അങ്ങനെ കടക്കണത് കൊണ്ട് അവിടെ ഏകാത്മപ്രത്യയസാരം. അവിടെ എന്താവണു? ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. ആത്മന നോക്കണം, നല്ലവണ്ണം നോക്കണം. നമ്മൾക്ക് എന്തിനെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ മനസ്സ് വേണം. പക്ഷെ ഈ ഒരു സ്ഥിതിയിൽ മാത്രം മനസ്സിന്റെ പ്രവൃത്തിയേ ഇല്ലാതെ തന്നാലെ, തന്നിൽ,
തന്നെ കൊണ്ട് തന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. മനസ്സുകൊണ്ടല്ല. മനസ്സവിടെ വിളക്കണഞ്ഞു പോണ പോലെ അണഞ്ഞുപോയി. എന്നിട്ട് അതിനേക്കാളും ഉജ്ജ്വലമായൊരു പ്രകാശം അവിടെ ഉണ്ട്. ആ പ്രകാശം എന്താ? ബാഹ്യമായ സ്ഥൂലമായ ഭൗതികമായ പ്രകാശമല്ല, മറിച്ച് ചിജ്യോതി അവിടെ ഉണ്ട്. എത്ര ചൈവ ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. ആത്മാവിനാൽ ആത്മാവിനെ കണ്ടുകൊണ്ട്, ആത്മാവിനെ അറിയാൻ മറ്റൊന്നും വേണ്ട, ബോധത്തിനെ അറിയാൻ മറ്റൊരു ബോധം വേണ്ട, വിളക്കിനെ അറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട. വിളക്കുണ്ടെന്ന് അറിയാൻ വേറൊരു വിളക്ക് വേണോ? വിളക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കുമെന്ന് പറഞ്ഞാൽ ടോർച്ച് തരൂ നോക്കട്ടെ എന്ന് പറയോ? വിളക്ക് സ്വയം പ്രകാശമാണ്. അതേപോലെ ഈ ബോധം സ്വയമേവ പ്രകാശിക്കണു. അതുകൊണ്ട് അതിനെ അറിയാൻ വേറെ ഒന്നും വേണ്ട. എത്ര ചൈവ ആത്മന ആത്മാനം പശ്യന്. പിന്നെയോ ആത്മനി തുഷ്യതി. തന്നിൽ തന്നെ പരിപൂർണമായ തൃഷ്ണയും ദാഹവും ഒക്കെ ശമിച്ച്, നമ്മൾക്കൊക്കെ അറിയാതെ ഒരു വിശപ്പുണ്ട്, അറിയാതെ ഒരു ദാഹമുണ്ട്. വിശപ്പ് ദാഹമൊക്കെ പറഞ്ഞാൽ അറിയാതെ ഒരു കുറവ് തോന്നുന്നു. നമുക്ക് എന്തുകൊണ്ടോ ഒന്ന് തീർക്കണം എന്നാണ്. ലോകത്തിൽ എല്ലാവരും ഓടി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രസിദ്ധി കിട്ടണം, പ്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പലതും സാധിച്ചെടുക്കണം, പ്രസിദ്ധി കിട്ടിയവർക്ക് സ്ഥാനം കിട്ടണം, സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ രോഗമില്ലാതാവണം, പിന്നെ രോഗമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം വരണം. എന്തൊക്കെയോ ശ്രമിക്കുകയാണ്, എന്തുകൊണ്ടൊക്കെയോ നിറയ്ക്കാൻ നോക്കുകയാണ് ഉള്ളില്. പക്ഷേ ലോകത്തിലെല്ലാം അച്ചീവ് ചെയ്തിട്ടും അവര് നോക്കുകയാണ് ഈ ഉള്ളിലുള്ള പാത്രം നിറയണില്ല. അത് എപ്പോഴാ നിറയുക? എപ്പോഴാണോ ഈ സമാധിസ്ഥിതിയിലേക്ക് അവൻ വരണത്, അപ്പോ all his thirst is quenched, is replenished. പൂർണമായും ഹൃദയത്തിൽ ഒരു നിറവ്, ഒരു ശാന്തി, ഒന്നും നേടിയെടുക്കാനില്ല എന്നുള്ള ഒരു അനുഭവം, ഒരു നിറഞ്ഞിരിക്കുന്ന അമൃതകുംഭം നിറച്ച പോലെ ഒരു സുഖം, ഒരു ശാന്തി, ഒരു പൂർണ്ണത, അകമേ നിന്നും ഏർപ്പെടുന്ന ഒരു ആനന്ദം. അതാണ് ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. അവിടെ രണ്ടാമതൊന്നുമില്ലാത്തത് കൊണ്ട് ആത്മരതി, ആത്മക്രീഡ, ആത്മമിഥുന, ആത്മാനന്ദ എന്നൊക്കെ ശ്രുതി പറയണം. ആത്മാവിനോട് കളിക്കുന്നു, ആത്മാവിനോട് രമിക്കുന്നു, ആത്മാവിനോട് മൈഥുന്യം ചെയ്യുന്നു, ആത്മാനന്ദത്തിനെ അനുഭവിക്കുന്നു. ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല അവന്. ആ അനുഭൂതിയെ ഇവിടെ ഭഗവാൻ യോഗസ്ഥിതിയായിട്ട് പറഞ്ഞു. എത്രോ പരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചൈവ ആത്മന ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. പോരാ, ഇനിയും ഭഗവാൻ പറഞ്ഞ് തൃപ്തിയായില്ല. അപ്പൊ ഭഗവാൻ തുടർന്ന് പിന്നെയും പറയാണ്. കിഞ്ച, വീണ്ടും എന്താ പറയണത് നോക്കാം. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതഃ ചലതി തത്വതഃ. ഈ സമാധിസ്ഥിതി ഭജന പാടുമ്പോ, അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ യോഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് വരും. അതുപോലെയുള്ള സമാധി അല്ലാതെ ഇവിടെ ജ്ഞാനവിചാരം ചെയ്യുന്നവൻ ആരംഭം മുതൽക്ക് തന്നെ തന്റെ ലക്ഷ്യത്തിനെ കുറിച്ചും തന്നെക്കുറിച്ചും നല്ലവണ്ണം അറിയുന്നവനാണ്. അതുകൊണ്ട് ഈ സുഖത്തിനെ അയാള് സുഖമെന്നുള്ള ആസ്പെക്റ്റിലല്ല അയാളുടെ ശ്രദ്ധ, അത് തന്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ സുഖിക്കണത്. വളരെ വ്യത്യാസമുണ്ട്. ഞാൻ പറയണതൊക്കെ ചിലർക്കൊക്കെ ഉപയോഗപ്പെടും, ചിലർക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കേട്ടോളൂ.
സുഖം ആത്യന്തികം. ആത്യന്തികം സുഖം എന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ക്രിയേറ്റഡ് ജോയ്. ഇപ്പോ വിശക്കണു, ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കൊണ്ട് തൽക്കാലത്തേക്ക് ആ സുഖം ആവിർഭവിച്ചു. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതും അല്ലേ, വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു സുഖമുണ്ട്. വിശപ്പ്, നല്ല വിശപ്പ്. എന്നിട്ട് ഊണ് കഴിച്ചു, ഒരു സുഖം. അത് കഴിഞ്ഞാ പോയോ? പിന്നെ സുഖമുണ്ടോ? പിന്നെ എന്ന് പറഞ്ഞ് പിന്നൊക്കെ പോയി ഡള്ളായി, ഒന്നിനും ഒരു ഉത്സാഹമില്ല. സത്സംഗത്തിന് വന്ന് വയറ് നിറച്ച് ഊണ് കഴിക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗീത കേൾക്കുമ്പോ സുഖമുണ്ടോ? ഉറക്കം വരും, ഒന്നും മനസ്സിലാവില്ല എന്ന് പറയും, ഇരുന്ന് ഉറങ്ങും. എന്താ? വയറ് നിറച്ചിട്ടാണ് വന്നിരിക്കണത്. അപ്പോ ആ സുഖം കുറച്ചു നേരത്തേക്ക് നിന്നിട്ട് പോയി. അത് പുറമേ നിന്ന് എന്തിൽ നിന്നോ വന്ന സുഖമാണ്. ഇവിടെ ഭഗവാൻ പറയണത് ആത്യന്തികം സുഖം എന്നാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ അൾട്ടിമേറ്റ് ജോയ്. അതായത് അതിലിനി ഒന്നും ചേർക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കിയതല്ല. ഉണ്ടാക്കിയതാണെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കണത്, ആ ഉപകരണം എടുത്തു കഴിഞ്ഞാൽ പോയി പോകും. പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, പാട്ട് നിന്നാ പോയി. എന്തെങ്കിലും സത്സംഗത്തിലും ഉള്ളൊരു സുഖമുണ്ട്, സത്സംഗം നിന്നാൽ ദുഃഖമായെങ്കിൽ പോയി. അത് ആത്യന്തികമല്ല. എപ്പോഴാ ആത്യന്തികം സുഖമാവണത് എന്ന് വെച്ചാൽ ആ സുഖം പുറമേ ഒന്നിനെയും ആശ്രയിക്കണില്ലെങ്കിൽ, ശരീരത്തിനെ പോലും ആശ്രയിക്കണില്ലെങ്കിൽ, മനസ്സിനെയോ ആശ്രയിക്കണില്ല, ബുദ്ധി അതവിടെ ഉണ്ട്. അങ്ങനെയൊരു സുഖമുണ്ടോ? അതാണ് പറഞ്ഞത് യോഗം എന്ന് പറഞ്ഞ ഭഗവാൻ. ആത്യന്തികം എത്തത് അതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ബുദ്ധിഗ്രാഹ്യം എന്ന് പറഞ്ഞു. ബുദ്ധിഗ്രാഹ്യം എന്നുവെച്ചാലോ, നമ്മളുടെ ബുദ്ധി എപ്പോ സൂക്ഷ്മമാവുന്നു, അന്തർമുഖമാവുന്നു, അപ്പൊ അത് ബുദ്ധിയല്ല, അത് ബ്രെയിൻ അല്ല, അത് ഭഗവത് കൃപയായിട്ട് തീരും. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആത്മാത്വം ഗിരിജാമതി സഹചരാഹ പ്രാണാഹ ശരീരം ഗൃഹം എന്നൊക്കെ പറഞ്ഞു. ആ ബുദ്ധി തന്നെ അംബികയുടെ സ്വരൂപമായിട്ട് തീരുന്നതാണ്. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. അത് ബുദ്ധി വെറും ബ്രെയിൻ അല്ലാതെ. അപ്പോ ആ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ളതിന് മറ്റൊരു പേരാണ്. നമ്മളുടെ ബുദ്ധി തന്നെ എന്താവണു? നമ്മളിൽ നമ്മുടെ സ്വരൂപത്തിനെ പ്രതിഫലിച്ചു കാണിക്കണം. അതീന്ദ്രിയമായ ഒരു മണ്ഡലത്തിന്, വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇന്നലെയൊക്കെ പറഞ്ഞുവല്ലോ, സുഷുപ്തിയിൽ ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞു. ആ സുഖത്തിനെ നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്നാമത് പ്രകൃതിയിൽ ഒരു സത്വഗുണമുണ്ട്. 2, ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കുമ്പോ എവിടെയോ നമ്മളെ അറിയാതെ ഒരു അവ്യക്തമായൊരു ഓർമ്മ ആ അവസ്ഥയുടെ ഉണ്ടായേക്കാം, ഒരു വേഗ് റിക്കളക്ഷൻ. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ളൊരു ആവരണശക്തി, വിക്ഷേപശക്തി. ഈ വിക്ഷേപശക്തി എന്ത് എന്ന് വെച്ചാൽ അതിന്റെ പവർ തന്നെ നമ്മളെ മറക്കാൻ വെക്കുക എന്നുള്ളതാണ്. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങോട്ട് പുറമേക്ക് വന്നിട്ട് നമ്മൾക്കുണ്ടായ ആത്മാനുഭവത്തിനെ മറന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകുന്നത്. ഈ വിക്ഷേപശക്തി വിജയമാണ് ഏറ്റവും വലുത് എന്നാ പറയണ. വിക്ഷേപശക്തി വിജയോ വിഷമോ വിധാതും നിശേഷം ആവരണ നിവൃത്തി അഭാവേ. ഈ ആവരണം നിവൃത്തമായാൽ വിക്ഷേപശക്തി പോകും. അപ്പോ ഈ ഉറങ്ങി എഴുന്നേറ്റ് നമ്മളുടെ ബുദ്ധി അതീവ ശുദ്ധവും സൂക്ഷ്മവും ആവുമ്പോ നമ്മൾ ജപവും ധ്യാനവും ഒക്കെ ചെയ്യണത് അതിനാണ്. ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കൊടുക്കണത്, ഗായത്രി ജപിച്ചാൽ സ്കൂളിൽ നിറയെ മാർക്ക് കിട്ടും, നിറയെ ജപിക്കുമെന്ന് പറയും. അത് ശരിയാണ്. കാരണം ആത്മജ്ഞാനമേ ഉണ്ടാവുമെങ്കിൽ സ്കൂൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ധാരാളമായിട്ട് പറ്റും. ബ്രഹ്മോപദേശമാണ് ഈ ഗായത്രി. അത് ജപിക്കാൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ ധിയോ യോ നഃ പ്രചോദയാത് എന്ന് ജപിക്കണതിന്റെ ഉദ്ദേശം. ധീ എന്ന് വെച്ചാൽ ഈ ബുദ്ധി. ബുദ്ധി എന്തിന് ശക്തിമത്താകണം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന യാതൊരു അവബോധമുണ്ടോ ആ അവബോധത്തിനെ
ഗ്രഹിക്കാനുള്ള ശക്തി ഈ ബുദ്ധിക്കുണ്ടാവും. നാമം ജപിക്കുന്നതും ഭക്തി ചെയ്യണതും ഒക്കെ അതിനാണ്. ക്രമേണ ക്രമേണ ഈ ബുദ്ധി നമ്മളിൽ തന്നെ ഉള്ള സുഖത്തിനെ, ആത്യന്തികമായ സുഖത്തിനെ പതുക്കെ ഗ്രഹിക്കും. എന്നുവെച്ചാൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഇതുണ്ട് എന്ന് കാണിക്കും. നിങ്ങൾ പുറത്തുനിന്നും നേടേണ്ടതല്ല, സുഷുപ്തിയിൽ അത് ആവിർഭവിക്കണോ, അത് തന്നെ തെളിവാണ്, നിങ്ങളിൽ അതുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ ജാഗ്രതയിൽ നമ്മള് ഈ ആവരണത്തിനെ നിവർത്തിപ്പിക്കും. എന്നുവെച്ചാൽ മനസ്സിന്റെ വിചാരങ്ങളെ നീക്കുകയും യോഗസ്ഥിതിയിൽ ഇരുന്ന് പഴകുകയും ചെയ്യുമ്പോ ആ സുഖം, നമ്മളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സുഖം, ആനന്ദം പതുക്കെ പ്രകാശിക്കും അകമയ്ക്ക്. അതാണ് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് പറഞ്ഞു. ഇന്ദ്രിയ സുഖമല്ല അത് എക്സൈറ്റ്മെന്റോ ഡിപ്രഷനോ അല്ല. അത് സദാ നിരന്തരമുള്ള ഒരു വസ്തുസ്ഥിതിയാണ്. അതിന് വിടവില്ല. അതുകൊണ്ട് ആത്യന്തികം സുഖം എന്ന് പറഞ്ഞു. ആ ആത്യന്തികം സുഖം, ഇന്ദ്രിയ സുഖമൊക്കെ ആണെങ്കിൽ കുറച്ചു നേരത്തിന് മേലെ അനുഭവിക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞാൽ തളർന്നു പോകും. എത്ര നേരം പായസം കഴിക്കാൻ പറ്റും? എത്ര നേരം പാട്ടുപാടി ഡാൻസ് കളിക്കാൻ പറ്റും? കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ, ഒക്കെ ക്ഷീണിച്ചു പോകും. പക്ഷെ ഈ ഒരു സുഖത്തിന് ടൈമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ബൈ എ പേഴ്സൺ. അതീന്ദ്രിയം എന്ന് പറയാൻ കാരണം ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ഒരാൾ അനുഭവിക്കണവനുണ്ട്. ഇവിടെ അനുഭവിക്കണവനില്ല, സുഖമേ ഉള്ളൂ. അങ്ങനെ ഒരു സുഖമുണ്ടോ എന്ന് വെച്ചാൽ സുഷുപ്തിയിലുണ്ടല്ലോ. സുഷുപ്തിയിൽ എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറഞ്ഞു. ആ സുഖത്തിനെ ആരനുഭവിച്ചു? ഞാനിരുന്ന് അനുഭവിച്ചില്ലല്ലോ. ഞാനിരുന്ന് അനുഭവിച്ചാൽ സുഷുപ്തി ആവില്ല. അത് അവിടെ സുഖമായി ഇരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സുഖമുണ്ട്. പക്ഷെ അവിടെ ഒരു കുറവുണ്ട്. എന്താ കുറവ്? ആവരണം ബുദ്ധിയിൽ ഉണ്ട്. അതുകൊണ്ട് അത് സുഷുപ്തി സ്റ്റേറ്റ് ആയിട്ട് മാറി. ഒരു ദോഷം മാറി, വിക്ഷേപം. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ദുഃഖമില്ലാത്തത്. സുഖമുണ്ട്, പക്ഷെ അറിവില്ല, അവബോധമില്ല. ഈ സമാധിസ്ഥിതിയിൽ സുഖമുണ്ട്, ദുഃഖനിവൃത്തിയുണ്ട്, ആനന്ദമുണ്ട്. അതിനെ സ്വയമേവ അനുഭവിക്കണം. സുഖം ആത്യന്തികം, ബുദ്ധിഗ്രാഹ്യം, അതീന്ദ്രിയം, വേത്തി, നല്ലവണ്ണം അറിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിശേഷം. നമ്മൾ ധ്യാനം കൊണ്ട് അനുഭവിക്കുമ്പോ വേത്തി, ഭഗവാൻ പറഞ്ഞു, ഞാൻ ആത്മാവാണെന്നും ഞാൻ ശരീരമല്ലെന്നും മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നും എനിക്കില്ലെന്നും ശുദ്ധമായ ചിദ്വസ്തുവാണ് ഞാനെന്നും എനിക്ക് യാതൊരു പരിണാമമില്ലെന്നും ധ്യാനവേളയിൽ അറിയുകയും ഉണർന്നു കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മയുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഉണർന്നു കഴിഞ്ഞിട്ട് തത്വതഃ ന ചലതി, അവൻ പിന്നൊക്കെ വ്യവഹാരമൊക്കെ ചെയ്യും. ഇന്നലെ പറഞ്ഞ പോലെ അയാൾ എന്തൊക്കെ കുമ്പാട്ടം കളിക്കുന്ന സ്ത്രീയെ പോലെ പ്രാരബ്ധമനുസരിച്ച് അയാൾ പിന്നെ മനസ്സിനെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വ്യവഹാരമൊക്കെ ചെയ്താലും പണിയൊക്കെ ചെയ്താലും അയാൾക്ക് പുറമേക്ക് ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കറിയാം. അതിന് ഉദാഹരണം പറയണത്, ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടി നാടകത്തിൽ വളരെയധികം തന്മയത്തോടെ നടിക്കുന്നു. സ്ത്രീയെ പോലെ തന്നെ എല്ലാ ഭാവവികാരങ്ങളും കാണിച്ചാലും അയാൾ ഏതെങ്കിലും തൽക്കാലത്തേക്ക് താൻ സ്ത്രീയാണെന്ന് പോലും ധരിച്ചുകൊണ്ട് നടിച്ചാൽ പോലും അയാൾ താൻ പുരുഷനാണെന്ന് എവിടെയെങ്കിലുമൊക്കെ മറന്നുപോകാൻ സാധിക്കുമോ അയാൾക്ക്? അതിന് പുറകിലുള്ള തന്റെ പൗരുഷം അയാൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തത്വമറിഞ്ഞ ജ്ഞാനി ധ്യാനമൊക്കെ വിട്ടിട്ട് തൽക്കാലത്തേക്ക് അതൊക്കെ മാറ്റിവെച്ചിട്ട് അയാളുടെ പ്രാരബ്ധത്തിനനുസരിച്ച് എന്ത് ജോലി ചെയ്യണോ, സ്വധർമ്മം എന്ത് ചെയ്യണോ, എന്തൊക്കെ പണി ചെയ്താലും അതിന്റെ പുറകിൽ താൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം, താൻ ആത്മാവാണെന്നുള്ള അനുഭവം, താൻ സച്ചിദാനന്ദമാണെന്നുള്ള അനുഭവം മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും മറക്കാൻ പറ്റില്ല. കാരണം ഓർക്കുക, മറക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിയുടെ പണിയാണ്. ഇത് ബുദ്ധിക്ക് അപ്പുറമാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓർക്കുക, മറക്കുക എന്നുള്ളതൊന്നും അവിടെ സാധ്യമല്ല. എന്തൊക്കെയോ പറയണമല്ലേ. എന്നാലും നിങ്ങളെങ്ങനെ
മന്ത്രമിട്ട പോലെ ഇരിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? നിങ്ങളുടെ ഒക്കെ ഉള്ളില് അതുണ്ട്. അതാണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അറിഞ്ഞോ അറിഞ്ഞില്ലയോ, നിങ്ങൾ മനസ്സിലായോ മനസ്സിലാക്കിയില്ലയോ, ഇപ്പൊ ഇങ്ങനെ നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഒക്കെ മറന്നിരിക്കുന്നുണ്ടല്ലോ. ഒരു കഥ പറഞ്ഞാൽ ഇത്രയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അത്രയധികം എക്സൈറ്റ്മെന്റ് ഞാനൊരു വാക്ക് പറയണു, അത്രയധികം വിസ്മയത്തോടുകൂടെ, അത്രയധികം ആശ്ചര്യത്തോടുകൂടെ അറ്റ്ലീസ്റ്റ് എന്റെ മുമ്പിൽ കാണുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ? അറിയലല്ല. ഇപ്പൊ അറിഞ്ഞിട്ടില്ല. എഴുന്നേറ്റിട്ട് ഇപ്പൊ എന്താ ചോദിച്ചാൽ ചിലപ്പോ ഒന്നും അറിയില്ല എന്താ പറഞ്ഞതെന്ന് വെച്ചാ. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള കഥയാണത്, നമ്മളാണത്. ബോധജന്യ സ്മൃതി ഉള്ളിൽ ഉണരുക. അങ്ങനെയാണ്. അപ്പോ ആ സ്ഥിതിയിൽ സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തിയത്ര ന ചൈവായം സ്ഥിതശലതി തത്വതഃ. താത്വികമായ അയാൾ അതിൽ നിന്ന് ഒരിക്കലും ചലിച്ചു പോവില്ല. അങ്ങനെയുള്ള ആ സ്ഥിതിക്ക് അടുത്ത ശ്ലോകം നോക്കൂ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം. തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം. സ നിശ്ചയേന യോക്തവ്യഃ യോഗോ അനിർവിണ്ണ ചേതസാ. യം ലബ്ധ്വ, ഇപ്പൊ പറഞ്ഞുവല്ലോ, ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? സത്സംഗത്തിൽ ശരിക്ക് സുഖം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നല്ല സത്സംഗത്തിനെ അറിയാം, എങ്ങനെ സത്സംഗത്തില് നമുക്ക് മനസ്സിലാവും ശരിയാണോ നോക്കി എന്ന് വെച്ചാൽ, ഏത് സത്സംഗ സുഖം, ധ്യാനസുഖം, ആത്മാനുഭവ സുഖം കിട്ടിക്കഴിഞ്ഞാലാണോ പിന്നെ ഒരിക്കലും നമ്മള് പഴയ പോലെ ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മളുടെ ഹാബിറ്റ് കാരണം പിന്നെയും പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരിക്കും, പിന്നെയും പഴയ പല വിഷയങ്ങളിലേക്കും പോകുമായിരിക്കും. പക്ഷേ നമ്മള് കെട്ടുപോയി കഴിഞ്ഞു എന്നുവെച്ചാൽ നമ്മൾക്ക് ഒരു വലിയ കുഴപ്പം വന്നു കഴിഞ്ഞു. എന്താന്ന് വെച്ചാൽ ഇനി ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ലോകത്തില്, ഇനി ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. എപ്പോഴാണോ ഈ സുഖത്തിന്റെ ഒരു ടേസ്റ്റ് ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞത്, പിന്നെ ഹാബിറ്റ് കൊണ്ട് പഴയ പോലെ തന്നെ ഒക്കെ വിഷയങ്ങളിലേക്കൊക്കെ പോയാൽ പോലും അയാൾക്ക് സല്ലകി പല്ലവപ്രീതമിവേഭം നിംബ പല്ലവാഹ. നല്ല മധുരമായ കരിമ്പ് കഴിച്ച ആന നിവൃത്തിയില്ലെങ്കിൽ പിന്നെ വേപ്പിന്റെ ഇലയൊക്കെ തിന്നു അത്രേ, വിശപ്പിട്ട് രുചിച്ചിട്ടല്ല, വിശപ്പിന് നിവൃത്തിയില്ലെങ്കിൽ വേപ്പിന്റെ ഇലയൊക്കെ തിന്നു അത്രേ. അതുപോലെ ഇവിടെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളുടെ സ്വരൂപ സുഖത്തിനെ കണ്ടു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ചിലപ്പോൾ അതിന്റെ വിലയൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് മറ്റു വസ്തുക്കളോടൊക്കെ കമ്പയർ ചെയ്ത് നോക്കും തോറുമാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് നമുക്ക് കിട്ടിയിരിക്കണത്, എന്താണ് നമുക്ക് കിട്ടിയിരിക്കണത് എന്ന് അറിയും. അതിനോട് ഉപമിച്ച് നോക്കുമ്പോ ബാക്കിയൊക്കെ കുപ്പിച്ചില്ലാണെന്ന് വലിച്ചെറിയും നമ്മൾ. ചിന്താമണിയും കുപ്പിച്ചില്ലും പോലെ എന്നാണ് ഭാഗവതം പറയണത്. ചിന്താമണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുപ്പിച്ചില്ല് കൊണ്ടിപ്പോ ഇമിറ്റേഷൻ ഗോൾഡ് പോലെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് സ്വർണത്തിന് തുല്യമായ അതിനെ എടുത്തു വെക്കില്ലല്ലോ നമ്മള്. അതുപോലെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ സുഖമൊക്കെ ഇതിന്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനാണ്. ആ പ്രതിഫലനമൊക്കെ കുറച്ചൊക്കെ സുഖം പോലെ തോന്നിയാലും അതിലൊക്കെ പഴയ സുഖത്തിന്റെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അതിൽ പോയി വീണാൽ പോലും ഇയാൾക്ക് മന്യതേന അധികം തതഃ യം ലബ്ധ്വ, ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അപരം ലാഭം, അതിനുമേലെ അയാൾക്ക് എന്തൊക്കെ തന്നെ കിട്ടിയാലും മന്യതേന അധികം തതഃ, പിന്നെ ഒന്നും അതിൽ നിന്ന് അധികമാവില്ല എന്നാണ്.
ഇത് കിട്ടാത്ത ആൾക്കാണ് ലോകത്തുനിന്ന് കിട്ടുന്ന റെക്കഗ്നിഷനും ലോകത്തുനിന്ന് കിട്ടുന്ന പണവും ലോകത്തുനിന്ന് കിട്ടുന്ന പ്രസിദ്ധിയും ലോകത്തുനിന്ന് കിട്ടുന്ന സുഖവും ഒക്കെ രുചിക്കണത്. ഇത് കിട്ടിയ ആൾക്ക് ഒക്കെ പോയി പോകും. മാത്രമല്ല മുകളിലേക്ക് പോകും തോറും ചുവട്ടിലുള്ളത് ഒക്കെ തന്നെ പോയി പോകും. ഈ സുഖത്തിനോട് ഉപമിക്കുമ്പോ എല്ലാം പോയി പോകും. യം ലബ്ധ്വാച അപരം ലാഭം മന്യത്തെ ന അധികം തഥാ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സുഖത്തിനെ കുറിച്ചാണ്. ഈ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, സ്വാമി ഈ സത്സംഗവും ഇതിലൊക്കെ രുചിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ആകെപ്പാടപ്പോ പ്രശ്നമായി. പലതും നമ്മൾ നല്ല കാര്യം എന്ന് പറഞ്ഞ് ചെയ്തിരുന്നത് പോലും ഇപ്പൊ രുചിയില്ലാതായി. എന്താന്ന് വെച്ചാൽ ഈ ഉള്ളിലുള്ള ആള് എല്ലാത്തിനെയും തിന്നുകളയും. ബാക്കിയൊക്കെ പതുക്കെ 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 പുളിച്ചു പോകും. എന്താന്ന് വെച്ചാൽ അപ്പൊ പിന്നെ ഒരു നടുവിലൊരു സ്ഥിതിയുണ്ട്. അതാണ് കഷ്ടം. എന്താന്ന് വെച്ചാൽ ഇത് കണ്ടു, ഇനി ബാക്കിയൊന്നും രുചിക്കണില്ല, ഇന്ന് ഇതൊട്ട് പ്രകാശിക്കണമില്ല. അപ്പോഴാണ് വിരഹം. അങ്ങടേക്ക് ഇങ്ങോട്ട് പോവാനും വയ്യ. അമ്മ ഇല്ലത്തുനിന്ന് വിട്ടു, അമ്മാ തൊട്ട് എത്തിയില്ല എന്ന് മലയാളത്തിൽ പറയും. ഇല്ലത്തുനിന്ന് വിട്ടു, അമ്മാ തൊട്ട് എത്തിയില്ല എന്ന് പറയുമ്പോ ഇവിടുന്ന് പുറപ്പെട്ടു, അവിടെ എത്തിയില്ല എന്ന് അടുക്ക് നിൽക്കുമ്പോഴാണ് ദുഃഖം തോന്നുന്നത്. ലോകത്തില് വയ്യ, ലോകമൊക്കെ പോയി. എന്നിട്ട് പാരമാർത്ഥികമായ ഭഗവത് സുഖവും കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ഭഗവാൻ ധാരാളം കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മഹർഷിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നമുക്കറിയില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അവര് നടന്നു വന്ന ഫുട് പ്രിന്റ്സ് ഒക്കെ ഈ കൃതികൾ എഴുതുന്നത് മഹാത്മാക്കള് അവരാ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോ അല്ല, ഒരു വിരഹതാപത്തിലിരിക്കുമ്പോഴല്ല കീർത്തനം. വിരഹതാപമൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഭഗവത് അനുഭവം വന്ന് സ്വസ്ഥരായ ശേഷമാണ്, ഓർത്തുകൊണ്ടാണ് പലപ്പോഴും അത് എഴുതുക. പഴയത് മുഴുവൻ ഓർത്തിട്ടാണ്, ഫുട് പ്രിന്റ്സിലാണ് അധികമായിട്ടും കീർത്തനങ്ങള് പാട്ടുകളൊക്കെ വരുന്നത്. പല മഹാപുരുഷന്മാരുടെയും ചരിത്രത്തിൽ ഒറ്റയടിക്കാണ് അവർ എഴുതിയിരിക്കുന്നത്, എല്ലാം കഴിഞ്ഞിട്ട്. ആ ഓർമ്മ പഴയ ഫുട് പ്രിന്റ്സില്. മഹർഷിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അദ്ദേഹം എഴുതിയതൊക്കെ വിരഹതാപത്തിൽ കരയണ കീർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാനില്ല. അതൊക്കെ എപ്പോഴോ ഉണ്ടായ അനുഭവങ്ങൾ. അക്ഷരമണമാലയം മുഴുവൻ ഈ ഒരു അനുഭവം ഉണ്ടായി, എന്നിട്ട് വിട്ടുപോയി എന്നുള്ള സ്ഥിതിയിലാണ്. എന്നെ അഴിത്തിപ്പോതെന്നെ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചല എന്ന് പറഞ്ഞു. கருணையாலனை ஆண்டனி எனக்குன் காட்சி தந்து அருளிலை என்றால் இருணலி உலகில் ஏங்கியே பதைத்து உடல் விடில் என்கதி என்னாம். அருணனைக் காணாத அலருமோ கமலம் அருணனுக்கு அருணனாமன்னி அருணலி சுரந்தங்க அருவியாய் பெருகும் அருணமாமலையனும் அன்பே. ആ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു താപം, അത് ഈ ടേസ്റ്റ് കിട്ടി. ഇനിയിപ്പോ ബാക്കിയൊന്നും രുചിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ പോയി. എത്ര വലിയ സുഖഭോഗങ്ങളും അതിനുശേഷം തുച്ഛമായിട്ട് തീരുന്നു. യം ലബ്ധ്വാച്ച് അപരം ലാഭം മന്യതേന അധികം തതഃ യസ്മിൻ സ്ഥിതഃ. ബാക്കിയൊക്കെ സുഖമൊക്കെ ദുഃഖമായിട്ട് തീരുമെന്നാണ്. എന്നുവെച്ചാൽ ജ്ഞാനികൾക്ക് ആത്മാനുഭവത്തിന് ശേഷം അവർക്ക് വ്യക്തമായി അറിയണത് എന്താ, നമ്മൾ ലോകത്തിൽ സുഖം സുഖം എന്ന് വിളിക്കുന്നത് അവർക്ക് ദുഃഖമായിട്ടാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ അതൊരു അഡിക്ഷൻ. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് സിഗരറ്റ് വലിയൊരു സുഖമാണോ? അവർക്ക് തന്നെ അറിയാവും സുഖമൊന്നും അല്ല എന്ന്. ഒരു യുക്തി ചിന്തിച്ചാലോ ഒരു യുക്തിയും ഇല്ലാത്ത കാര്യം. വെറുതെ ഒരു സാധനത്തിനെ വായിൽ വെച്ച് മൂക്കുകൂടെയും വായുകൂടെയും പുക വിടണത് വല്ല അർത്ഥമുണ്ടോ? എന്നാലും ഇവര് ഒരു കാരണമില്ലാതെ ആ വിഭ്രാന്തിക്ക് അടിമപ്പെടുന്നു. എന്നിട്ട് അതിനെ സുഖമിതി വിപര്യസ്യതി ജനഃ, അല്ലേ? അതുപോലെ തന്നെ നമ്മളെ സുഖം എന്ന് പറയുന്നത് മുഴുവൻ ആലോചിച്ചാൽ അതുപോലെയാണ്. ഇത്തിരി സുഖം, പിന്നെ ദുഃഖം. ഡയബറ്റിക് ആണ്, കഴിക്കാൻ പാടില്ല പായസം, പഞ്ചസാര കഴിക്കാൻ പാടില്ല, ചിലർക്ക് അറിയാം. എന്നാലും ആരും കാണാതെ പഞ്ചസാര പിടിപിടിയായി വായിലിടും. എന്നിട്ടോ വിഷമിക്കുമ്പോ വേണ്ടി കിടന്നില്ല എന്ന് തോന്നും. കഴിക്കുമ്പോ എത്ര നേരത്തേക്ക് സുഖമുണ്ട് ഇവിടുന്ന് ഇതുവരെ. ഇതൊക്കെ അറിയാം. അറിഞ്ഞാലും എന്താ, നമ്മൾക്ക് അതൊരു സൂക്കേടാണ്, അത് സുഖമല്ല, അതൊരു തരം രോഗമാണ്. അപ്പൊ ആ രോഗത്തിനെയും സുഖമെന്ന് നമ്മൾ വിളിക്കണു. പക്ഷെ ഇതൊക്കെ ആത്മാനുഭൂതി ഉണ്ടായ ആൾക്ക് ഇതൊക്കെ സുഖമെന്ന് വിപരീത പ്രത്യയമില്ല. ഇത് ഇനി അതിൽ നിന്നും ഒന്നും അധികമായിട്ട് കരുതാനില്ല. യം ലബ്ധ്വാച്ച്
അപരം ലാഭം മന്യത്തേന അധികം തഥാം. യസ്മിൻ സ്ഥിതഃ, ആ അനുഭൂതിയിൽ ദൃഢപ്രതിഷ്ഠ നേടിക്കഴിയുമ്പോ സുഖത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ദുഃഖത്തിന്റെ കാര്യം പറയാണ്. യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. സുഖം അതിന് മേലൊന്നും അധികമായി കരുതുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ആ സ്വരൂപത്തിൽ സ്ഥിതനായവന് എത്ര വലിയ ദുഃഖം വന്നാലും അവൻ ഗുരുണാപി ദുഃഖേന എന്ന്. ഗുരുണാപി ദുഃഖേന എന്ന് വെച്ചാൽ പ്രബലമായ ദുഃഖം. എത്ര വലിയ ദുഃഖം വന്നാലും ന വിചാല്യതേ, ചലിക്കില്ല എന്ന്. അയാൾ ആത്മാനുഭവത്തിൽ നിന്നും ചലിക്കില്ല. എത്ര വലിയ ദുഃഖം വരട്ടെ. ഉദാഹരണം പറയണത് ജ്ഞാനിയുടെ മാധുര്യത്തിന് കുറവേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആചാര്യസ്വാമികളുടെ ഒരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഒരു ശർക്കര ഉണ്ട എത്ര വെട്ടിമുറിച്ചാലും അത് മധുരമായിട്ടിരിക്കും. അതുപോലെ ജ്ഞാനിയുടെ ശരീരത്തിനെ എത്ര വെട്ടിമുറിച്ചാലും അയാളുടെ അനുഭവം മാധുര്യത്തിന് കുറവൊന്നുമില്ല എന്നാണ്, പൂർണ്ണമായും മധുരമായി. എത്ര തന്നെ ദുഃഖം ഉണ്ടാവട്ടെ, എന്തൊക്കെ തന്നെ വിഷമം ഉണ്ടാവട്ടെ, ദുഃഖേന ഗുരുണാപി. മഹാപുരുഷന്മാർക്കൊക്കെ പലവിധ വ്യാധികളും ഒക്കെ വന്നിട്ട് വിഷമിച്ചതൊക്കെ ആയിട്ട് നമുക്ക് കഥയുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ പല ആളുകൾക്കും തോന്നും ഈ അധ്യാത്മം ഒന്നും കാര്യമില്ല എന്ന് തോന്നും. ആനന്ദാശ്രമത്തില് സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ വർഷം സമാധിയായി. അപ്പോ സ്വാമി സമാധിയാവണതിന് ഒരു 4-5 മാസം മുമ്പ്, ഏകദേശം നമ്മള് ഈ മെയ് മാസത്തോടെ, അതായത് സച്ചിദാനന്ദ സ്വാമി അധികം ആർക്കും അറിയാത്ത ഒരു മഹാത്മാവാണ്. വളരെ കുറച്ചു പേർക്കേ അറിയുള്ളൂ. കണ്ടാലും ഒന്നും പ്രത്യേകത ഒന്നും തോന്നില്ല. എന്താന്ന് വെച്ചാൽ അത്രയധികം വിനയം, അടക്കം, ശരണാഗതി ഭാവം, ഒരു പ്രത്യേകതയും അദ്ദേഹം ജീവിതത്തിൽ പുറമേക്ക് കാണിച്ചിട്ടേ ഇല്ല. ഇത്രയധികം അടങ്ങിപ്പോയ ഒരു മഹാപുരുഷനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും അടങ്ങിപ്പോയത് കൊണ്ട് അറിയണവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. ഭാരതം കണ്ട മഹാപുരുഷന്മാരിൽ വളരെ ശ്രേഷ്ഠരായിരുന്ന ചില മഹാത്മാക്കളിൽ ഒരാളാണ് അദ്ദേഹം. പലരും അപ്പോ ചിലപ്പോഴൊക്കെ എന്നോട് ചോദിക്കും, ചില മഹാത്മാക്കളെ ആരെങ്കിലുമൊക്കെ കാണണമെന്നുണ്ട്, ആരെങ്കിലുമൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെ സിൻസിയർ ആയിട്ടാണെങ്കിൽ സ്വാമിജി ഉള്ളപ്പോ പറഞ്ഞയക്കുമായിരുന്നു, കണ്ടിട്ട് വരാൻ പറഞ്ഞു. പലർക്കും ഒന്നും മനസ്സിലാവില്ല. എന്താ വളരെ വിനയമായി സാധാരണമായി എല്ലാവരോടും പെരുമാറിക്കൊണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു മഹാപുരുഷൻ. ലാസ്റ്റ് ഡേയ്സ് ആവുമ്പോഴേക്കും വളരെ അടുത്തിരുന്ന് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ മഹിമ മനസ്സിലാക്കി, ആ ശാന്തിയെ മനസ്സിലാക്കി. എങ്കിലും രമണ മഹർഷി 1 വർഷക്കാലം സാർക്കോമ കൊണ്ട് വിഷമിച്ചു. രാമകൃഷ്ണ പരമഹംസനും കുറച്ച് മാസങ്ങൾ ഉണ്ടായിരുന്നു. സച്ചിദാനന്ദ സ്വാമി ഏകദേശം 4 വർഷം ആ ശരീരത്തിനെ ഇട്ട് വല്ലാതെ വിഷമിപ്പിച്ചു പ്രാരബ്ധം. 4 വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രാരബ്ധത്തിന്റെ വിഷമം, ഭക്തന്മാരുടെ സ്നേഹത്തിന്റെ വിഷമം, പല വിധത്തിൽ ചികിത്സിച്ചും വിഷമിപ്പിച്ചു. അതൊക്കെ ഉണ്ടായി, നിവൃത്തിയില്ല. അപ്പോ ഏകദേശം മെയ് മാസം അദ്ദേഹം സമാധിയാവുന്നതിന് മുമ്പ് എന്തോ കൃപയാണോ എന്തോ ഒന്നും രാവിലെ നേരത്തെ എനിക്കൊരു ഫോൺ വന്നു. ഞാനപ്പോ കോയമ്പത്തൂർ ഇരിക്കുകയായിരുന്നു. അതുപോലെ സ്വാമിജി രാത്രിയൊക്കെ പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞു, ഒന്ന് ഫോണ് കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വാമിജി തന്നെ പറഞ്ഞു ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു വിളിച്ചു. അവിടെ പോയിട്ട് ഒരു 4 ദിവസം സത്സംഗം ഉണ്ടായി. സ്വാമിജി മുഴുവൻ ഇരുന്നു. അപ്പൊ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അധികം ഡിവോട്ടീസിനെയൊക്കെ അടുത്ത് വിടാതിരിക്കുന്ന സമയമായിരുന്നു. സ്വാമിജി എല്ലാവർക്കും വേണ്ടി പുറത്തു വരികയും സത്സംഗത്തിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ വളരെ അടുത്ത് ഇരുന്ന് ശ്രദ്ധിച്ചതാണ് ആ ശരീരത്തിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിലും അകമയ്ക്ക് അതൊന്നും യാതൊരു വിധത്തിലും ബാധിക്കണില്ല. ആ സമയത്ത് ചില ഭക്തന്മാരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ചിലര് എന്നോടിങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ ഇപ്പോ ഒരു മഹാത്മാവ് വിഷമിക്കണത്, ഇതൊന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്?
ആദ്യം എനിക്ക് വായിൽ വന്ന ഉത്തരം, ശരീരപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അധ്യാത്മ ജീവിതത്തിലേക്ക് വരണ്ടെന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. ശരീരപ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കാൻ ഇവിടെ സ്ഥലമല്ല. ദാറ്റ് വിൽ ഫോളോ യു. ശരീരത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ, താതാത്മ്യം വിടലാണ് ആധ്യാത്മികത എന്നല്ലാതെ ശരീരത്തിനെ മാറ്റിമറിക്കലല്ല. 2, ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ശരീരത്തിന് ഇത്രയധികം വിഷമുണ്ടായിരുന്നിട്ടും യാതൊരു വിധത്തിലും തന്റെ ഇരുപ്പിനും ആ ശാന്തിക്കും ഒരു കോട്ടം തട്ടാതെ എങ്ങനെ ഇരിക്കാം എന്ന് കാണിച്ചു തരലാണ് രണ്ടാമത്തെ കാര്യം. നമ്മളുടെ പ്രാരബ്ധം എങ്ങനെയാന്ന് നമുക്കറിയില്ല. നമ്മളുടെ ശരീരത്തിന് ചിലപ്പോൾ പ്രശ്നമൊന്നും വരാതെ തന്നെ നമ്മൾക്ക് അന്ത്യം വരാമായിരിക്കാം. പക്ഷേ ഗ്യാരണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് ഈ ആത്മവിദ്യ എന്തിനാണെന്ന് വെച്ചാൽ, എത്ര വലിയ ദുഃഖം വരട്ടെ, എന്തൊക്കെ തന്നെ വിഷമങ്ങൾ വരട്ടെ, ശരീരത്തിന് മാത്രമല്ല ബാഹ്യ ലോകത്തിലും എന്തൊക്കെ വന്നാലും ന വിചാല്യത്തെ, തത്വജ്ഞാനത്തിൽ നിന്നും അല്പം പോലും ചലിക്കാത്തവൻ. മഹർഷിക്ക് എക്സ്പ്ലിസിറ്റായിട്ട് മഹർഷിയുടെ ജീവിതത്തിൽ കണ്ടിരുന്നതാണ്. കയ്യില് സാർക്കോമ വ്യാധി വന്നിട്ടും ഭഗവാൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകളൊക്കെ ചോദിക്കുമ്പോ എത്രയൊക്കെ വേദന ഉണ്ടല്ലോ ഭഗവാന്. ഭഗവാൻ പറഞ്ഞു, ശരീരമേ ഇല്ലല്ലോ, ശരീരം എവിടെ, എനിക്ക് ശരീരമില്ലല്ലോ. വളരെ ഉറച്ച് ലാസ്റ്റ് ദിവസം വരെ. അത് ആളുകൾക്ക് മനസ്സിലാവുകയില്ല. ഇതെങ്ങനെ അദ്ദേഹം ശരീരം ഇല്ല എന്ന് പറയണത്? നമ്മൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹം ശരീരം. കാണുന്നുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പ്രാരബ്ധാണെന്ന്. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, നമ്മൾ ഈ നക്ഷത്രമൊക്കെ കാണും സൂര്യന്റെ അടുത്ത്. രാത്രി നക്ഷത്രങ്ങൾ കാണും. ചില നക്ഷത്രങ്ങളൊക്കെ ഇന്ന് ഇപ്പൊ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് ചോദിച്ചാൽ അവര് പറയാ, നമ്മൾ കാണുന്ന ചില നക്ഷത്രങ്ങൾ വേണമെങ്കിൽ അവര് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, 2 വർഷം മുമ്പ് പൊലിഞ്ഞുപോയ നക്ഷത്രമാണ് നിങ്ങൾ കാണുന്നതെന്ന്. 2 വർഷം മുമ്പ് ആ നക്ഷത്രം പോയി കഴിഞ്ഞു. അപ്പൊ കാണണ്ടല്ലോ. അത് കാരണം ആ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെട്ട വെളിച്ചം ഇവിടെ വരാൻ 4 വർഷമാവും, അല്ലെങ്കിൽ 6 വർഷമാവും, 8 വർഷമാവും, അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ച്. അതുകൊണ്ട് 2 വർഷം മുമ്പ് പൊലിഞ്ഞുപോയ നക്ഷത്രത്തിനെ നിങ്ങൾ ഇപ്പോഴും ഉള്ള പോലെ കാണുകയാണ്. 2 വർഷം മുമ്പ് ആ നക്ഷത്രം പോയി, ഇനിയും ഒരു 3 വർഷത്തേക്ക് കൂടെ കാണും, അത് കഴിഞ്ഞാൽ മറഞ്ഞു പോകും. പക്ഷേ ഈ 5 വർഷം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ നക്ഷത്രം ഉണ്ടെന്ന് അർത്ഥമല്ല, ആ നക്ഷത്രം പോയി കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് കാണുന്നു? ഡിസ്റ്റൻസ് കൊണ്ട് കാണുകയാണ്. അതേപോലെ കർമ്മത്തിന്റെ ഡിസ്റ്റൻസ് കാരണം ജീവൻ മുക്തന്റെ ശരീരം ഭക്തന്മാരുടെയും സാധകന്മാരുടെയും അവരുടെ പ്രാരബ്ധത്തിന്, അവർക്കെന്തോ ആ ശരീരത്തിനെ ഒരു നിയോഗമായി വെച്ചുകൊണ്ട് അവർക്ക് ജ്ഞാനമാർഗം കിട്ടാനുള്ളത് കൊണ്ട് ജ്ഞാനികളുടെ ശരീരം അത് വിഷമിക്കുന്നതായിട്ടും പ്രാരബ്ധം അനുഭവിക്കുന്നതായിട്ടും സുഖിക്കുന്നതായിട്ടും ദുഃഖിക്കുന്നതായിട്ടും ഒക്കെ ജിജ്ഞാസുക്കൾക്ക് കാണുമെങ്കിലും ജീവൻ മുക്തന്റെ ദൃഷ്ടിയിൽ തനിക്ക് ദേഹമില്ല എന്നാണ്. എപ്പോ ആത്മാനുഭവം ഉണ്ടായോ അപ്പോഴേ ദേഹം പോയി. വളരെ ഉയർന്ന കാര്യമാണ് ഞാനിപ്പോ പറയണത്. വളരെ 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 ഉയർന്ന വേദാന്തത്തിന്റെ അവസാനത്തെ പടിയാണ് പറയണത്. എങ്കിലും പറയണു, അത്രേ ഉള്ളൂ. ഇത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയണം, മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടെന്ന്. ആ സ്ഥിതിയിലാണ് അവർക്ക് ദുഃഖമൊക്കെ പോയി. എന്താന്ന് വെച്ചാൽ ദുഃഖം എന്ന് ശരീരം ഉണ്ടെങ്കിലേ ദുഃഖമുള്ളൂ. ശരീരം ഇല്ലെങ്കിൽ എവിടെ ദുഃഖം? അവരെ സംബന്ധിച്ചിടത്തോളം പോയി. പക്ഷേ അവരുടെ ശരീരത്തിന് ദുഃഖം വരുന്നതൊക്കെ നമ്മളൊക്കെ കാണും. അവർക്ക് ശരീരമില്ല. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളുടെ അടുത്ത് അയാൾ എഴുന്നേറ്റു, നടന്നു, എന്തൊക്കെയോ ചെയ്തു. അടുത്തിരിക്കുന്ന ആള് നേരം വെളിച്ചായിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു, നീ രാത്രി എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയോ എന്ന് ചോദിച്ചു. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത അയാൾക്ക് ഒന്നും അറിയില്ല. നമ്മൾ കണ്ടു അയാൾ എന്തൊക്കെയോ ചെയ്തതായിട്ടും. ചിലര് പാട്ടുപാടും ഉറക്കത്തിൽ എഴുന്നേറ്റ്, ചിലര് പ്രസംഗിക്കും. പക്ഷെ അതൊന്നും അവർക്ക് അറിയില്ല, നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് ശരീരത്തില്. അങ്ങനെയാണ് മഹാപുരുഷന്മാരുടെ ദേഹം ലോകത്തിൽ വർത്തിക്കുന്നുണ്ടെങ്കിലും ആ ദേഹത്തിന് ദുഃഖമോ സുഖമോ ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് അവരെ ബാധിക്കണില്ല. നമ്മൾക്കപ്പൊ എന്തിനാ ഇതൊക്കെ പറയണതെന്ന് വെച്ചാൽ, നമ്മളും അവരുടെ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഈ ഭഗവത് ധ്യാനം ശീലിച്ചാൽ, ഭഗവത് കൃപയുടെ സാക്ഷാത്കൃതി നമുക്കുണ്ടായാൽ
നമ്മൾക്കും ദുഃഖമൊക്കെ തന്നെ, ശരീരത്തിന് എന്തൊക്കെ തന്നെ വന്നാലും ആ ദുഃഖം നമ്മളെ ബാധിക്കാത്ത ഒരു യോഗസ്ഥിതി ഉണ്ട്, ഒരു പരിപൂർണ സംരക്ഷണ ധാമമുണ്ട് എന്ന് സൂചിപ്പിച്ച് കാണിക്കുകയാണ്. അതിലിരുന്നുകൊണ്ട് ശരീരത്തിന് വിഷമമൊക്കെ വന്നാലും ബാധിക്കാതിരിക്കാൻ പറ്റും. സർവതോഭദ്രമാണത്. അതാണ് ആ സ്ഥിതിയെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണ്ണ ചേതസ. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണ്ണ ചേതസ. തം വിദ്യാത്, ഇപ്പൊ പറഞ്ഞ ഈ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനാണ് യോഗം എന്ന് പേര്. യോഗം എന്ന് പറഞ്ഞാൽ ദുഃഖ സംയോഗ വിയോഗം എന്ന് ഡെഫിനിഷൻ. ഏതേത് ഉപാധികളിൽ നിന്നാണോ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവണത്, അതിനോടുള്ള കണക്ഷൻ, അതിനോടുള്ള ലിങ്ക്, ഇറ്റ് ഈസ് ദി ലിങ്ക്ഡ്. കണക്ഷൻ എടുത്തു എന്നാണ്. ശരീരത്തിലുള്ളപ്പോ ദുഃഖം ഉണ്ടാവും, നിവൃത്തിയില്ല. ശരീരം ഉണ്ടെങ്കിൽ അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത ന സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഹോ അപഹതിരസ്തി. ശ്രുതിയിൽ പ്രജാപതി പറയണതാണ് ഇന്ദ്രനോട്, ശരീരത്തോടെ ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്. അപ്പൊ ദുഃഖം വേണ്ടേ? ശരീരം വേണ്ട വയ്ക്കണം. എങ്ങനെ വേണ്ട വയ്ക്കും? ആത്മജ്ഞാനം കൊണ്ട്. അല്ലാതെ ശരീരത്തിനെ കൊല്ലാനോ സൂയിസൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ പോയാലോ ഒന്നും ശാന്തി ഉണ്ടാവില്ല. അപ്പോ ഭഗവത് ധ്യാനം കൊണ്ട് ശരീരത്തിനെ മറക്കാൻ പഠിച്ചാൽ ശരീരത്തിന് ദുഃഖം ഉണ്ടായെങ്കിലും ബാധിക്കാത്ത സ്ഥിതി വരും. ദുഃഖ സംയോഗ വിയോഗം. ദുഃഖം ഇപ്പൊ ഇതിൽ ദുഃഖ സംയോഗം എന്ന് പറഞ്ഞത് ശരീരത്തിനോടുള്ള കണക്ഷൻ, ഉപാധിയോടുള്ള കണക്ഷൻ. വിയോഗം, ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ്. ആ ഡിസ്കണക്ഷനാണ് യോഗം എന്ന് പേര്. ഉപാധികളോടുള്ള താതാത്മ്യത്തിനെ വിടുന്നതിന് പേരാണ് യോഗം. അല്ലാതെ യോഗം എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കലോ പത്മാസനത്തിൽ നിൽക്കലോ പ്രാണായാമം ചെയ്യലോ മാത്രമല്ല. അതൊക്കെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നാഡീ നരമ്പുകളെയും ഒക്കെ കുറച്ച് ശരിയാക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ആസനങ്ങൾ മാത്രമാണ്. അതൊക്കെ നികൃഷ്ടമെന്നല്ല പറയണത്. അതൊക്കെ ചിലർക്ക് സഹായകരമായിട്ടിരിക്കും, അവരുടെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയും ഒക്കെ ശുദ്ധം ചെയ്യാം. പക്ഷെ ശുദ്ധമായി കഴിഞ്ഞാൽ അവസാനത്തെ അതിന്റെ പ്രക്രിയ ഇതാണ്. എന്താ? ഈ ദേഹാദികൾ ഞാനല്ലെന്ന് അറിയണതാണ്. ഇന്ദ്രിയങ്ങളും ദേഹവും ഞാനല്ലെന്ന് അറിയണതാണ്. ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. അത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു, സന്നിശ്ചയേന യോക്തവ്യ. അതിനെ നല്ലവണ്ണം ഗുരുമുഖത്തുനിന്ന് കേട്ടറിഞ്ഞ് ഉറപ്പിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് അറിവോടുകൂടെ ആ യോഗത്തിൽ ഇരുത്തി പഴകണം. മനസ്സിനെ സ്വരൂപത്തിൽ ഇരുത്തി പഴകണം. ക്ഷീണിച്ചു പോവില്ല. അനിർവിണ്ണ ചേതസ എന്നാണ്. അല്പം പോലും ക്ഷീണിച്ചു പോവാതെ, അതിനോടൊരു വെറുപ്പ് വരാതെ വളരെ സന്തോഷത്തോടുകൂടെ ഈ ആത്മധ്യാനത്തിനെ, ഭഗവത് ധ്യാനത്തിനെ പരിശീലിക്കണം. യോഗോ അനിർവിണ്ണ ചേതസ. അധ്യവസായേന യോക്തവ്യ. എങ്ങനെയാ ആ യോഗം പരിശീലിക്കേണ്ടത്? എന്താ യോഗ പരിശീലനത്തിനുള്ള വഴി? അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ. സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ഇപ്പോഴാണ് ധ്യാന അഭ്യാസത്തിനെ പറയാൻ പോണത്. എന്താണ് അഭ്യാസം എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാവുമല്ലോ. ധ്യാന അഭ്യാസത്തിനെ ഇപ്പോഴാണ് പറയാൻ പോണത്. സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സർവാൻ ത്യക്ത്വാ അശേഷതഃ മനസാ ഏവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ഇന്ദ്രിയഗ്രാമം എന്ന് വെച്ചാൽ, ഗ്രാമം എന്ന് വെച്ചാൽ കൂട്ടം എന്നർത്ഥം. 5 പേര് ചേർന്നിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മളുടെ ശരീരം ഒരു പഞ്ചായത്താണ്.
പഞ്ചായതനം എന്ന് വെച്ചാൽ 5 ഇരിക്കാൻ ഇടം കൊടുക്കണതെന്നർത്ഥം. കണ്ണ്, ചെവി, മൂക്ക്, വായ, ത്വക്ക്. 5 5. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സ് ലോകത്തിലേക്ക് പോകുന്നു. മനസ്സിൽ സങ്കല്പം കൊണ്ട് കാമനകൾ ഉണ്ടാവണം. കാമജാനാമി തേ മൂലം സങ്കല്പാത്വം ഹി ജായസേ നത്വാം സങ്കല്പയിഷ്യാമി സമൂലസ്ത്വം വിനങ്ഷ്യസി എന്ന് മഹാഭാരതത്തിലൊരു ശ്ലോകം. ആശയോട് പറയണം, ആശയം തന്നെ ഞാൻ അറിയാം, നീ സങ്കല്പം കൊണ്ടുണ്ടാവണതാണ്. ഞാൻ ഇനി സങ്കല്പിക്കില്ല, നീ മൂലത്തോടെ ഇല്ലാതായിട്ട് തീരുമെന്ന്. എന്തെങ്കിലുമൊക്കെ വേണമെന്നും അതിൽ ഗുണമുണ്ടെന്നും തോന്നിയാൽ അത് വേണമെന്ന് തോന്നും. അതിനാണ് ഗുണാധ്യാസം, ശോഭനാധ്യാസം. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യായതോ വിഷയാൻ പുംസഹ, പതുക്കെ പതുക്കെ നന്നായിരുന്നുവല്ലോ, നന്നായിരുന്നു. അടുത്തപടി എന്താ? കാമസ്തേഷു ഉപജായത, അതെനിക്ക് വേണം. കിട്ടിയിട്ടില്ലെങ്കിലോ കോപം. ഇങ്ങനെയാണ് പടി ഭഗവാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. എന്തേ ഒരു വസ്തു കണ്ടോടനെ അത് വേണം. കിട്ടിയിട്ടില്ലെങ്കിൽ ക്രോധം. അപ്പൊ ആദ്യം എന്താ? ഗുണാധ്യാസം. അതിൽ എന്തോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്, എന്തോ ഒന്നുണ്ട്. ഈ ഒരു ഭഗവത്ഗീത പഠിച്ചിട്ടാണ് ടിവിയിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടാക്കണത്. വെറുതെ അല്ല. ഞങ്ങളെ പോലെയുള്ളവർക്കും സ്വാമിയാർമാർക്കും ഒക്കെ എന്താ പണി? ഈ ബിസിനസ് മാനേജ്മെന്റ് ആളുകളെ പഠിപ്പിക്കലാണ് ഇപ്പൊ പണി. അപ്പൊ ഗീതയൊക്കെ പഠിച്ചിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിൽ പ്രത്യേകതയായിട്ട് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. കുറെ കഴിയുമ്പോ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൂടാതെ കഴിയില്ല എന്ന് തോന്നും അവർക്ക്. ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് തോന്നും നമുക്ക്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇതാണ് വീണ്ടും 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 തോന്നിപ്പിക്കുക. പല സാധനങ്ങളും നമ്മളുടെ വീടുകളിൽ ഇന്ന് കുന്നുകൂടുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമില്ലാതെ നമ്മൾ സുഖമായിട്ട് ഇരുന്നതാണ്. ഇപ്പൊ അതൊക്കെ ഈ അഡ്വർടൈസ്മെന്റുകാര് ഇതുകൂടാതെ ജീവിക്കാൻ പറ്റില്ല, ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാവും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നു. എന്തുകൊണ്ട് അതൊക്കെ വേണം തോന്നുന്നു? സങ്കല്പ പ്രഭവാൻ കാമാൻ. സങ്കല്പത്തിൽ വീണ്ടും വീണ്ടും അവർ കളിച്ചു. അതുകൊണ്ടാണ് പറയണത് ഭഗവാനെ സങ്കല്പിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഭഗവാനെ വേണം തോന്നുമല്ലോ. ഇതിനെ തന്നെ അങ്ങടേക്ക് തിരിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് ഭഗവത് കഥകളൊക്കെ കേൾക്കൂ, കൃഷ്ണനെയും ഒക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് ഭാഗവതത്തിൽ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വർണ്ണനകളൊക്കെ ഭഗവാന് കൊടുക്കാൻ കാരണം അപ്പൊ ഭഗവാന് വേണം തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഭാവം അങ്ങോട്ട് തിരിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ വർണ്ണിക്കണതേ. ഇതിപ്പോ ലോകത്തിൽ ഓരോ വസ്തുക്കളും കേട്ട് അതൊക്കെ വേണം തോന്നും. അപ്പൊ എന്താ? അതിന്റെ റൂട്ട് വെട്ടണം. റൂട്ട് എന്താ? ഗുണദോഷങ്ങളെ കാണുക. ഒന്നിൽ ഗുണം കാണുക. അപ്പൊ അത് വേണം തോന്നും. അപ്പോ അത് ആദ്യം തന്നെ അറിയണം, ആ വസ്തു മായയാണ്, അതിലൊന്നുമില്ല കാര്യമായിട്ട്. ഇതൊക്കെ ഇപ്പൊ എത്ര നേരത്തേക്ക് സുഖം ഉണ്ടാവും? എന്തെങ്കിലും തിന്നണം തോന്നിയാൽ ഒരാൾ ഒരു ഐഡിയ പറഞ്ഞു, വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോ ലഡു തിന്നണം തോന്നിയാൽ അയാൾ പറയണത് എനിക്ക് തിന്നാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് വായിലിട്ടിട്ട് നാവിൽ ഇങ്ങനെ രുചിച്ച് കുറെ നേരം ചവച്ച് കഴിഞ്ഞിട്ട് തുപ്പിക്കളയുന്നു. ഇത് ഇത്രയും അതിങ്ങോട്ട് പോണെന്ന്, ഇവിടെയാണല്ലോ ടേസ്റ്റ് വേണ്ടത്. അപ്പൊ അയാള് പറയണത് ഇങ്ങോട്ട് ഇറക്കിയാ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വായിൽ ചവച്ചിട്ട് തുപ്പിക്കളയത്രേ. വിവേകം കൊണ്ട് അറിയാണ് ഓരോ വസ്തുക്കളിലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഇമാജിനേഷനാണ്. പലതും അതാണല്ലോ, വെറും ഇമാജിനറിയാണ്. The more sophisticated you are, the more ignorant you are. സോഫിസ്റ്റിക്കേറ്റഡ് സൊസൈറ്റിയിലൊക്കെ പോകുമ്പോ ഈ സങ്കല്പപ്രഭവമായ കാമനകൾ കൂടിക്കൊണ്ടേയിരിക്കും. പുതിയ കാറ് വേണം, പുതിയ രീതിയിലുള്ള കാറ് വേണം, പുതിയ വിധത്തിലുള്ള കെട്ടിടങ്ങൾ വേണം, എന്തൊക്കെയോ ഭാവനകളാണ്. ഇപ്പൊ നോക്കൂ, അങ്ങനെ വന്ന് AC ഇല്ലാത്ത വീടുകളില്ല, നമുക്ക് കാറില്ലാത്ത വീടുകളില്ല,
കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ ഒരു 5-6 വർഷം മുമ്പ് ഇല്ലാതിരുന്നതാണ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും ആവും നമുക്ക്. എന്താന്ന് വെച്ചാൽ ഇത് പഴകി കഴിഞ്ഞു, നമ്മൾ മുമ്പിൽ കണ്ടു കഴിഞ്ഞു. കുറെ ദിവസം വർഷങ്ങൾ മുമ്പ് വിറകൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് അടുപ്പ് വെച്ച് ജീവിച്ചിരുന്നതാണ്. ഇപ്പൊ ഒരു കഷ്ടമാ സിലിണ്ടറും പിടിച്ചോണ്ട് ഉമ്മർത്തിരുന്ന അയാൾ വരണോ 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 നോക്കി. നിങ്ങളുടെ അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ്. അയാള് ചിലപ്പോ തരാതെ പോവും. അപ്പോഴാണ് നമ്മള് ഇതൊക്കെ ആദ്യമൊക്കെ ഈ ഗ്യാസ് വന്നപ്പോ, ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചിയിൽ എറണാകുളത്തൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാവും. എനിക്കൊക്കെ എന്റെ ഓർമ്മയില് ഗ്യാസ് ഇല്ലാത്ത കാലം നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇവിടെയൊക്കെ ചിലപ്പോ സിറ്റി ആയതുകൊണ്ട് കുറെ നേരത്തെ വന്നിട്ടുണ്ടാവും. അപ്പോ മുമ്പൊക്കെ വിറക്, കുറച്ച് കഴിഞ്ഞപ്പോ മണ്ണെണ്ണയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് വന്ന സമയത്ത് ഇതൊക്കെ എപ്പോ വേണമെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിറകൊക്കെ മറന്നു കളഞ്ഞത് ഞങ്ങള്. ഇപ്പൊ ഉണ്ട് വിറക് വെച്ച് പാചകം ചെയ്യാൻ അറിയണില്ല, അതൊന്നും കൊണ്ടുവരാൻ വയ്യ, സൂക്ഷിക്കാൻ വയ്യ. എന്നാപ്പോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുമായി. ഇതുപോലെ ഓരോ കാര്യങ്ങളും. മൊബൈൽ ഫോൺ കുറെ കാലം മുമ്പ് ഉണ്ടാവില്ല, അപ്പൊ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്തൊരു ടെൻഷനാ. അപ്പൊ എല്ലാം ഇത് ആദ്യം മനസ്സിൽ കടന്നു, ഭാവന ചെയ്തു, ഇത് വേണം തോന്നി. അപ്പൊ തന്നെ അറിഞ്ഞാലോ രക്ഷപ്പെട്ടു. ഇത് ഇല്ലാതെ ഞാൻ കഴിക്കാം, ഇതില്ലാതെ ഞാൻ ജീവിക്കാം, നോക്കാം. അപ്പൊ എന്താ അറിയോ, ഡിപ്പെൻഡൻസ് ഇല്ല. എനിക്കിതൊക്കെ ഇല്ലാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ കുറച്ച് പണം മതി. ഐ എം നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനിത്തിങ്. സ്വതന്ത്രമായിട്ടിരിക്കാൻ കൂടുതൽ ബലം ഉണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കിട്ടിയാൽ ശരി, ഇരിക്കട്ടെ. ഇല്ലെങ്കിലും എനിക്ക് ഇരിക്കാൻ അറിയുന്ന ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ ഉള്ളിൽ. അങ്ങനെ ഇല്ലാതെ ഇരുന്ന് പഴകിയിട്ടുള്ള ആൾക്ക് ഇത് പോയാലും ഇരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുണ്ടാവില്ല. എന്താ, സങ്കല്പം മനസ്സിലാദ്യം പല ഗുണാധ്യാസം ചെയ്തു. പലതും ഇത് സുഖമാണ്, ഇത് സുഖമാണ്, ഇത് സേഫാണ്, ഇത് ഇൻഷുറൻസ്, അത് ഇതൊക്കെ അതാണല്ലോ പറയണത്. നാളെ എന്താവും, ഏറ്റവും അശുഭമാണ് അവർ പറയാ. നിങ്ങൾ മരിച്ചുപോയാൽ എന്താവും നിങ്ങളുടെ മക്കൾക്ക്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കില്ല, അപ്പൊ തല്ലു കൊടുക്കും. എന്താന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ആളുകൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ മരിച്ചുപോയാൽ എന്താവും, ഒറ്റയ്ക്കിരിക്കുന്ന ആളെ പോലും ഇവര് പറ്റിക്കണമെന്ന്. നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാള് ഒന്നും ചിന്തിക്കാതെ, ആരുമില്ല അയാൾക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാനേ ആലോചിക്കണേയില്ലേ. ശരിയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പണത്തിന് എവിടെ പോകും. വിവേകം പ്രവർത്തിക്കാത്തത് കൊണ്ട് ചിന്തിക്കാതെ അത് പറഞ്ഞു കഴിയുമ്പോ ശരിയാണല്ലോ എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് പുറകെ പോകും. സങ്കല്പപ്രഭവാൻ കാമാൻ. അപ്പോ ആദ്യം തന്നെ വിവേകം പ്രവർത്തിച്ചാൽ സങ്കല്പത്തിനെ തന്നെ വേരോടെ പിഴുത്തെടുത്തു. അപ്പൊ തന്നെ വേണ്ട വേണ്ട, മനസ്സ് നീ അവിടെ ഒന്നും പോയിട്ട് അതൊന്നും ഭാവന ചെയ്യണം. കടയിലിറങ്ങി ഇങ്ങനെ പല സാധനങ്ങളും നോക്കുമ്പോ അതാണല്ലോ, കാണുമ്പോ ഇത് വേണം അത് വേണം എന്നൊക്കെ ഇല്ലാത്ത, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിനോട് പറയാണ് ഇതൊന്നും വേണ്ട. സോക്രട്ടീസിനെ കുറിച്ച് പറയും, അദ്ദേഹം ഇങ്ങനെ അങ്ങാടിക്ക് പോയിട്ട് വരും. അത്ര എന്തിനാ പോയിട്ട് വരണം? ദിവസം പോകും, ഒന്നും വാങ്ങില്ല, ഓരോ കടയിലായിട്ട് പോയി നിന്ന് നോക്കും. എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയണത്, ഞാനിവിടെ എന്തൊക്കെ ഇല്ലാതെ കഴിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്തൊക്കെ കൂടാതെ ആളുകൾ എന്തൊക്കെ വാങ്ങിച്ചിട്ടാണ് സുഖിക്കണത്, ഇതൊക്കെ ഇല്ലാതെ. ഇസ് ബസാറുമേ മുസാഫിർ ക്യാ ക്യാ തമാശാ ഹോ രഹാ ഹേ. ഇസ് ബസാറുമേ മുസാഫിർ, ഞാൻ ഒന്നും വാങ്ങിക്കാൻ വന്നവനല്ല എന്നാണ്, ഒക്കെ കാണാൻ വന്നവനാണെന്നാണ്. കാണാൻ വരുന്നവന് ഒരു പ്രശ്നമില്ലല്ലോ, ഒക്കെ കണ്ടിട്ട് പോവാം എന്തൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ചിലപ്പോ തോന്നും, ഈ പട്ടണത്തിൽ കൂടെയൊക്കെ പോകുമ്പോ ഇതുവരെ സാധിച്ചിട്ടില്ല, ഈ ലൈറ്റൊക്കെ ഇട്ട് രാത്രിയാവുമ്പോ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി ജ്വല്ലറി കടയിലും തുണിക്കടയിലും ഇങ്ങനെ ഓരോയിടത്തും കയറി ഇറങ്ങുമ്പോ ഒന്നിങ്ങനെ നടന്നു നോക്കണം, എന്തൊക്കെയാ ആളുകൾ വാങ്ങിക്കണത്, എന്തൊക്കെയാ ആളുകൾ ഇത്രയൊക്കെ മെനക്കെട്ട് വാങ്ങിച്ചൊക്കെ കൊണ്ടുപോണതെന്നൊക്കെ. ഇതൊക്കെ ആ സങ്കല്പം വന്നു കഴിഞ്ഞാൽ വേണമെന്ന് തോന്നും. ഇതൊക്കെ റൂട്ടിൽ തന്നെ കട്ട് ചെയ്താൽ ത്യക്വാ സർവാനശേഷത. എങ്ങനെ സങ്കല്പത്തിനെ കട്ട് ചെയ്യും, എങ്ങനെ അതിനെ വെട്ടിക്കളയുമെന്ന് വെച്ചാൽ ആർക്ക് സങ്കല്പം ഉണ്ടാവണമെന്ന് നോക്കാം. രണ്ടു വഴിയാണ്. ഒന്ന്, ആ കാണുന്ന വസ്തു ഉണ്ടല്ലോ അതിലൊന്നുമില്ലെന്ന് മനസ്സിലാക്കണം.
അതാണ് ബുദ്ധിയിലൂടെ ഉള്ള ഒരു വഴിയാണത്. കാണുന്ന വസ്തുവിൽ ഒന്നുമില്ല, അതൊക്കെ നശിച്ചു പോണതാണ്. എന്തിനാ മനസ്സെ അങ്ങടേക്ക് പോണത്? ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ മനസ്സിനോട് പറയണം, മനസ്സേ ഈ ലോകത്തിൽ ഒന്നുമില്ല, എന്തിനാ അവിടെ അലഞ്ഞു നടക്കണത്? മാ ഗച്ഛസ്ത്വമിതസ്തതോ എന്നൊക്കെ പറയണ്ടത്. പല മഹാപുരുഷന്മാരുടെ സ്തോത്രങ്ങളൊക്കെ ഉണ്ട്. സമർത്ഥ രാമദാസിന്റെ കുറെ ശ്ലോകങ്ങളുണ്ട് മനസ്സിന്റെ അടുത്ത് ബോധിപ്പിക്കൽ. മനസ്സേ നീ അവിടെ പോകണ്ട, അവിടെ പോകണ്ട, ഇതറിയൂ എന്നൊക്കെ പറഞ്ഞു. ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ മുഴുവൻ മനസ്സിന്റെ അടുത്ത് പറയലാണ്. മനസ്സാ 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 എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ അടുത്ത് പറയാ, മനസ്സിന്റെ അടുത്ത് ചോദിക്കലൊക്കെയാണ്. നിധിസാല സുഖമാ രാമു നീ സന്നിധി സേവാ സുഖമാ നിജമുഖ ബൽഗു മനസ്സാ. മനസ്സേ പറയൂ, ഈ ധാരാളം പണം അത് സാല സുഖമാ, നല്ല സുഖാണോ അത്? അല്ല, രാമു നീ സന്നിധി സേവാ സുഖമാ, രാമന്റെ സന്നിധിയിലിരുന്ന് രാമനെ സേവ ചെയ്യണത് സുഖമാണോ? മമതാ ബന്ധനയുത നരസ്തുതി സുഖമാ, അഭിമാന അഹങ്കാരത്തിന് കാരണമായ ജനസ്തുതി സുഖമാണോ? ദധിനവനീത ക്ഷീരമുലു രുചിയോ, നല്ല തൈരും വെണ്ണയൊക്കെ കൂട്ടി, നിറയെ പണം സമ്പാദിച്ചാൽ തൈരും പാലും ഒക്കെ കൂട്ടി സുഖമായിട്ട് ശാപ്പാടൊക്കെ കഴിക്കാം, അത് വേണോ? അല്ല ദാശരഥി ധ്യാനം വേണോ? മനസ്സിനോട് ചോദിക്കണം. ഇതൊരു വഴിയാണ്. മനസ്സിനെ പറഞ്ഞ് വിവേകം ഉണ്ടാക്കുക. അപ്പൊ പതുക്കെ പതുക്കെ മനസ്സ് സ്വയമേവ വിരക്തമാവും. അതൊരു വഴിയാണ്. രണ്ടെന്താ, മനസ്സ് പുറപ്പെടാനേ അനുവദിക്കാൻ പാടില്ല എന്നാണ്. മനസ്സ് ഉദിക്കുമ്പോ സങ്കല്പിക്കുമ്പോ തന്നെ ഈ മനസ്സെന്താ? ചിത്തവൃത്തികളാണ്. ആ ചിത്തവൃത്തികൾക്കൊക്കെ മൂലമെന്താ? ഞാനെന്നുള്ള ചിത്തവൃത്തിയാണ്. ഈ ഞാനെന്നുള്ള ചിത്തവൃത്തി എവിടെ ഉദിക്കണു? ഹൃദയത്തിൽ ഉദിക്കണു. ഇതൊക്കെ വേണം തോന്നുമ്പോ ആർക്ക് വേണം തോന്നുന്നു? എനിക്ക് വേണം തോന്നുന്നു. ഞാൻ ആരാന്നുള്ള വിചാരത്തിലേക്ക് പിന്നെയും വന്നുകൊണ്ടേയിരിക്കാം. ചെയ്തു നോക്കിയാൽ ബുദ്ധിമുട്ടില്ലാത്ത മാർഗമാണ്. ഓരോ വിചാരം വരുമ്പോഴും ഈ വിചാരം ആർക്ക് വരണു? വിചാരത്തിനെ തുടരാനേ പാടില്ല, വളരാനേ അനുവദിക്കാൻ പാടില്ല, കംപ്ലീറ്റ് ചെയ്യാനേ പാടില്ല. വിചാരത്തിനെ തുടർന്ന് പൂർത്തിയാക്കാൻ പാടില്ല. വിചാരം വരട്ടെ. ആർക്ക് വരണു? എനിക്ക് വരണു. ഈ ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എവിടെ ഉദിക്കുന്നു? ഞാൻ എന്ന് തോന്നണത് എന്താ? മനസ്സ് ഹൃദയത്തിലേക്ക് പോകും. ഇങ്ങനെ അഭ്യസിച്ച് സങ്കല്പപ്രഭവാൻ കാമാൻ തെക്വാ സർവാൻ അശേഷതഃ മനസ്സൈവ, മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, മനസ്സ് കണ്ണിലൂടെ പുറമേക്ക് പോണില്ല, ചെവിയിലൂടെ പോകുന്നില്ല, മൂക്കിലൂടെ പോകുന്നില്ല, നാവിലൂടെ പോകുന്നില്ല, ത്വക്കിലൂടെ പോകുന്നില്ല. മനസ്സിനെ പതുക്കെ എന്ത് ചെയ്തു? വിനിയമ്യ സമന്തതഃ, ചുറ്റുപാടും അലഞ്ഞു നടക്കാൻ അനുവദിക്കാതെ അതിനെ അന്തർമുഖം ചെയ്തു. അന്തർമുഖം ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അവിടെ എന്താ ചെയ്യണ? അതാണ് അടുത്ത ശ്ലോകം. ശനൈഹി ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഈ ധ്യാനം മുഴുവൻ ചെയ്യണത് വൈശാരദി ബുദ്ധിയാണ്, തെളിഞ്ഞ ബുദ്ധി. ആ ബുദ്ധി എന്ത് ചെയ്യണു? ശനൈഹി ശനൈഹി, പതുക്കെ മനസ്സിലെ ഓരോ ചിത്തവൃത്തികളെയും രണ്ടു വിധത്തിൽ തീർക്കും. ഒന്ന്, ധ്യാനിക്കണ സമയത്ത് അതിനെ വളരാൻ അനുവദിക്കാതെ വിവേകം കൊണ്ട് തന്നെ നീക്കം ചെയ്ത് മനസ്സിനെ പതുക്കെ പിറപ്പിടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തും. രണ്ട്, വ്യവഹാര സമയത്ത് ചില ആഗ്രഹങ്ങളൊക്കെ പൊന്തി വരുമ്പോ ഇത് ധ്യാന സമയത്തിൽ എനിക്ക് തടസ്സമാവുന്ന അറിയണത് കൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങളെ വ്യവഹാര സമയത്ത് തന്നെ നുള്ളിക്കളയും. ഇങ്ങനെ രണ്ടു വിധത്തിലും പെരുമാറി ശനൈഹി ശനൈഹി, പതുക്കെ എന്നാണ്. നദ്രാഗിതി ശനൈഹി ശനൈഹി, പെട്ടെന്നൊന്നും ചെയ്യണ്ട, പതുക്കെ ഉപരമേത്, അന്തർമുഖമാക്കുക. എങ്ങനെ? ബുദ്ധി കൊണ്ട്. ധൃതി ഗൃഹീതയ, ധൃതി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രണം ചെയ്യുന്ന ശക്തി, വിൽ പവർ അഗെയിൻസ്റ്റ് ദ ഈഗോ. സാധാരണ വിൽ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഈഗോ. ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കാനുള്ള അഹങ്കാരത്തിന്റെ പവറിനെയാണ് നമ്മൾ വിൽ പവർ എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഈഗോ. ഗീതയിൽ ഭഗവാൻ അവസാനം പറയുന്നുണ്ട്, എന്താണ് ധൃതി എന്ന് വെച്ചാൽ ധൃത്യായയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയ ക്രിയാ യോഗേന അവ്യഭിചാരിണ്യ
ധൃതി സാ പാർത്ഥ സാത്വികി. സാത്വികി ധൃതി. ആ ധൃതി എന്ത് ചെയ്യണു? മനസ്സിനെ ധാരണം ചെയ്യണു എന്നാണ്. ഉള്ളില് ഊർജക്ഷയം വരാതെ പതുക്കെ 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 ബുദ്ധ്യാ ധൃതി ഗൃഹീതയ, തെളിഞ്ഞ ബുദ്ധി കൊണ്ട് വിൽ പവറോടുകൂടെ ശനൈഹി ശനൈഹി പതുക്കെ മനസ്സിനെ ഹൃദയസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മസംസ്ഥം മനഃകൃത്വ എന്നുവെച്ചാൽ ഞാൻ എന്നുള്ളത് അല്പം പോലും ഉദിക്കാതെ ചിത്തവൃത്തികളില്ലാതെ ഉള്ള നിശ്ചലതയിൽ കൊണ്ടുവന്നിട്ട് പിന്നെന്ത് ചെയ്യണു? നകിഞ്ചിതപി ചിന്തയേത്. ഭഗവാൻ പറഞ്ഞു അവിടുന്ന് ഇനിയൊരു ചിത്തവൃത്തികൾ പൊന്താൻ അനുവദിക്കാതിരിക്കുക. ജപമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ജപസാധനയാണ് ചെയ്യണതെങ്കിൽ ജപം ചെയ്തുകൊണ്ടേയിരിക്കണു. പതുക്കെ 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 മനസ്സടങ്ങി ജപം മാത്രം ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കണു. അവസാനം ആ ജപവും ഹൃദയത്തിലടങ്ങി നിശ്ചലമായി. നിശ്ചലായപ്പോ നകിഞ്ചിതപി ചിന്തയേ, മേലെ ഒരു ചിത്തവൃത്തിയോ വേറെ എന്തെങ്കിലും വിചാരങ്ങളോ ജപം പോലുമോ സ്വയമേവ പൊന്തിക്കരുത്. വീണ്ടും വിചാരം വന്നാൽ വീണ്ടും ജപത്തിലേക്ക് വരാം. തനിയെ മനസ്സങ്ങട് നിശ്ചലമായാൽ ആ നിശ്ചലതയെ ചലിപ്പിക്കാതിരിക്കാന്ന്. ആ നിശ്ചലതയാണ് നമ്മൾ എന്ത് മന്ത്രം ജപിക്കുന്നു ആ മന്ത്രത്തിന്റെ അർത്ഥമായ ഭഗവാൻ. ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനുണ്ട്. അതിൽ പറയുന്നു, രാമനാമം ജപിക്കൂ. എങ്ങനെ ജപിക്കണം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ജപിക്കൂ. രാമനാമത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ജപിക്കൂ. എന്താ രാമനാമത്തിന് അർത്ഥമുള്ളത്? ത്യാഗരാജൻ തന്നെ പറയുന്നു, രാമ എന്നുള്ളതിന് സംസ്കൃതത്തിൽ തന്നെ രണ്ട് അർത്ഥമുണ്ട്. രാമായണി ചപലാക്ഷിയുടെ നാമവും. ഒരു സ്ത്രീയെ രാമ എന്ന് വിളിക്കാം. ഭജഗോവിന്ദത്തിൽ വരുന്നുണ്ട് ആ യൂസേജ്. സുഖത ക്രിയത്തെ രാമാഭോഗ. രാമ എന്ന് വെച്ചാൽ രമിപ്പിക്കുന്നവൾ എന്നർത്ഥം, സ്ത്രീ എന്നർത്ഥമുണ്ട്. കാമത്തിന് കാരണമായി തീരാം. അതേ രാമ നമ്മൾ ആ അർത്ഥത്തിലല്ലല്ലോ ജപിക്കണത്. താരക ബ്രഹ്മത്തിന്റെ നാമമായിട്ടും തീരണം. എപ്പോ ആ നാമം ഇവൻ ഭഗവത് സ്മരണയോടുകൂടെ ആ നാമത്തിന്റെ ലക്ഷ്യാർത്ഥമായ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് സ്വസ്വരൂപത്തിനെ അറിഞ്ഞുകൊണ്ടാണ് ആ നാമം ജപിക്കണതെങ്കിൽ, അതും മനസ്സിനോടാണ് പറഞ്ഞത്. തെലുസി രാമ ചിന്തനത്വം നാമമോ. ഓ മനസ്സാ, മനസ്സെ അറിഞ്ഞുകൊണ്ട് രാമനെ താരകബ്രഹ്മം എന്ന് അറിഞ്ഞുകൊണ്ട് ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് ജപിക്കുന്നു. അപ്പൊ എന്താ? ആ ബ്രഹ്മാനുഭൂതി ഉണ്ടാവും, ആത്മാനുഭവം ഉണ്ടാകും. രാമനാമ അപ്പോ ഈ നിശ്ചലത ഉള്ളിലുണ്ടാവുമ്പോ ആ നിശ്ചലതയെ അജ്ഞാനം കൊണ്ട് ഇളക്കിക്കളയരുത്. ആ സമാധി ഉണ്ടാവുമ്പോ അയ്യോ ഞാൻ ഇനിയും ജപിക്കണമല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഇളകാതെ എത്ര നേരം അതിലിരിക്കണമോ അത്ര നേരം ഇരിക്കാം. നകിഞ്ചിതപി ചിന്തയേത്. ആ നിശ്ചല തത്വം തന്നെ ജീവൻ മുക്തി, അതിനുള്ള ദ്വാരം. ആ നിശ്ചലത തന്നെ ഭഗവത് സ്വരൂപം, ആത്മസ്വരൂപം, ഉപനിഷത് പ്രതിപാദ്യമായ ബ്രഹ്മം. അത് തന്നെ നമ്മള്, അത് തന്നെ ഞാൻ. ആ നിശ്ചലതയാണ് ഞാൻ. ഈ മനസ്സും ശരീരവും ഒന്നും ഞാനല്ല. സോഹമസ്മി. ആ നിശ്ചലതയിൽ നിന്ന് ഉണരുമ്പോഴോ അതാണ് ഞാൻ എന്ന പ്രത്യഭിജ്ഞയോടുകൂടെ ഉണരണം. അല്ലാതെ ഞാൻ ധ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ പാടില്ല. അറിവില്ലാത്തവൻ ഞാൻ ഇത്ര നേരം മെഡിറ്റേഷനിൽ ഇരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേക്കും. അറിവോടുകൂടെ ഉണരുന്നവൻ അവിടെ എന്ത് കണ്ടുവോ അതാണ് എന്റെ സ്വരൂപം എന്ന് പറഞ്ഞ് എഴുന്നേക്കും. വളരെ സൂക്ഷ്മ വ്യത്യാസം.
അതാണ് എന്റെ സ്വരൂപം എന്ന് എഴുന്നേക്കുന്നവൻ സഹജമായ നിർവികൽപ്പ ബോധത്തിലേക്ക് എഴുന്നേക്കും. ഞാൻ ധ്യാനിച്ചു എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നവൻ മറ്റു പലതിനെ അനുഭവിച്ച പോലെ അതിനെ അനുഭവിച്ചിട്ട് എഴുന്നേക്കും. വീണ്ടും ഹി കംസ് ബാക്ക് ടു ഇഗ്നറൻസ്. നകിഞ്ചിതപി ചിന്തയെ, ചിന്തകളില്ലാത്ത ആ നിശ്ചലതയിൽ എന്തുണ്ട്? സ്വരൂപേ അവസ്ഥാനം. എന്തുണ്ടോ അവിടെ അതുണ്ട്. നമ്മളുടെ സ്വസ്വരൂപം പ്രകാശിക്കുന്നു. ഇടതടവില്ലാതെ, വിഘ്നമില്ലാതെ, പരിധിയില്ലാതെ ആത്മാവ് പ്രകാശിക്കുന്നു. അവിടെ നിന്നും മനസ്സ് വീണ്ടും ഇളകി, പൊരിയിളകി ഭുവനം സ്ഫുരിക്കുന്നു എന്നാണ്. അഗ്നി സ്ഫുലിംഗങ്ങൾ ഉണ്ടാവണ പോലെ അവിടുന്ന് ചിത്തവൃത്തികൾ ഇങ്ങനെ പൊരികൾ ഇളകി വരുന്ന പോലെ ഇളകി വന്ന് വീണ്ടും ഒക്കെ കാണുകയും ഒക്കെ ചെയ്യും. യഥാ പ്രദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തി തഥാ അക്ഷരാത് സൗമ്യഭാവാഃ പ്രചായന്തി തത്ര ചൈവാഭിയന്തി. അപ്പോ ഈ നിശ്ചലതയിൽ ഇരുന്നു പഴകാം. നാളെ തുടർന്ന് കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ